Good morning. Good morning, ma'am. Morning, ma'am. Good morning, miss. Good morning, and maybe this will be our last session. PG അല്ലാതെ നമ്മുടെ പ്രാക്ടിക്കൽ സെഷന്റെ ലാസ്റ്റ് സെഷൻ ആയിരിക്കും. എനിവേ we will start. Please do our prayer. Please ഉണ്ടെങ്കിൽ അവരായാലും മതി, അടുത്തൊക്കെ ഉണ്ടെങ്കിൽ. Yes, please. ഞാൻ പാടാം മാം. Good morning. Bless us, Lord, throughout the day. While at school, at home, at play, help us to love and not to hate. Bless us all. Lord, oh Lord, we pray. Thank you. നിങ്ങളുടെ മോഡൽ എക്സാമിന്റെ മാർക്കൊക്കെ ഓക്കെ ആണോ? പ്രതീക്ഷ പോലെയൊക്കെയാണോ കിട്ടിയത്? ടഫായിട്ട് തോന്നിയിരുന്നു? ഇല്ല, എക്സാം ടഫായിരുന്നു മാം. ചിലതൊക്കെ നമ്മള് പ്രതീക്ഷിച്ചതിലും ടഫായി പോയിട്ടുണ്ട്. ഞാൻ റിവിഷൻ പോലെ സെഷൻ വെച്ചു. മാർക്ക് കിട്ടി. ഓക്കെ. റിവിഷൻ സെഷൻ വെച്ചതിൽ നിങ്ങൾ ഉണ്ടായിരുന്നോ MT1 MT3യുടെ കൂടെ? ഇല്ല മാം. ഇല്ല, ഞങ്ങൾക്ക് റിവിഷൻ കിട്ടിയിട്ടില്ല. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, നമുക്ക് പ്രാക്ടിക്കൽ സെഷന് വരുമ്പോ നമുക്കൊരു ഡേറ്റ് ഫിക്സ് ചെയ്യാം. 7th എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നേ ആണോ? എന്നാണ്? 3rd. ഓക്കെ, സോ ഇന്നിപ്പോ എന്താ ദിവസം? ഇന്ന് 30-ാം തീയതി. നമുക്കൊരു 2-ാം തീയതി ഒരു റിവിഷൻ വെച്ചാലോ? 30-ാം തീയതി 2-ാം തീയതി റിവിഷൻ വെച്ചാലോ? നൈറ്റ് നിങ്ങൾ ഓക്കെ ആണോ? 8 മണി തുടങ്ങിയിട്ട്. നൈറ്റ് ഓക്കെയാണ്. പിന്നെ 2-ാം തീയതി നമ്മളിപ്പം അങ്ങോട്ട് വരുന്ന സ്റ്റേ ചെയ്യേണ്ടതുകൊണ്ട് ട്രെയിനിൽ ആയിരിക്കും. നൈറ്റ് ഓക്കെയാണ്. എന്നാ നാളെ ആയാലോ? അല്ല, 2-ാം തീയതി സ്റ്റേ ചെയ്യുന്നോണ്ട് ഞാൻ ചോദിച്ചത് നാളെ ആയാലോ? നാളെ നൈറ്റ് ആയാലോ? പറയൂ. 1-ന് വേണോ 2-ന് വേണോ? കാരണം പകല് വേറെ ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. പിന്നെ വൈവയൊക്കെ നൈറ്റ് ഓക്കെ അല്ല? 8 മണി തുടങ്ങി നമ്മളിപ്പോ ഒരു 9:30 തീർന്നില്ല, 9:30 വരെയൊക്കെ പോയാലും പ്രശ്നമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. പഠിക്കാൻ വേണ്ടിയല്ലേ. നാളെയല്ലേ മാം? നാളെയല്ലേ? നാളെ മതിയല്ലോ. 2-ാം തീയതി നിങ്ങൾ ട്രാവലിലേക്കാണ് സെറ്റിൽ ആവാൻ. ഓക്കെ, അപ്പൊ നമുക്ക് നൈറ്റ് വെക്കാം 8-ാം തീയതി. പിന്നെ വേറൊരു കാര്യം കൂടെ പറയാമെന്നത്, നിങ്ങൾക്ക് വൈവ 10 മിനിറ്റേ ഉണ്ടാകുള്ളൂ. അപ്പൊ ഇഫ് എനിബഡി ഈസ് റെഡി ഫോർ ഡൂയിങ് വൈവ ഓൺ സാറ്റർഡേ, ഞാൻ വെൽക്കം ചെയ്യാണ്. ഒരു പ്രോബ്ലം ഇല്ല. വർക്ക് എല്ലാം കഴിഞ്ഞു കംപ്ലീറ്റ് ആണെങ്കിൽ മാത്രം. മാം ഒരു മിനിറ്റ്, ഞങ്ങൾക്ക് ജോയിൻ ആയല്ലേ. എപ്പോഴാണ് വൈവ വരാ ഡേറ്റ്? വൈവ ശരിക്കും ഞാൻ മോഡൽ എക്സാം കഴിയുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുക, അല്ലെങ്കിൽ പ്രാക്ടിക്കൽ സെഷൻ കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് എന്നാണ് പ്ലാൻ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും മെയിൻ എക്സാം മതി എന്ന് പറഞ്ഞു. എന്നോട് വിനീത മാത്രമാണ് റെഡി എന്ന് പറഞ്ഞത്. റെഡിയാണ് എന്ന് പറഞ്ഞു. നിങ്ങളുടെ വർക്കുകളെല്ലാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് വൈവയ്ക്ക് ജോയിൻ ചെയ്യാം. ഇനി സാറ്റർഡേ വരുമ്പോൾ നമുക്ക് ഉച്ചയോടുകൂടി നമ്മുടെ പ്രാക്ടിക്കൽ സെഷൻ തീരും. അപ്പോ സമയമുണ്ട്. അതുകൊണ്ടാണ് 5th റെക്കോർഡ് ഇപ്പൊ എഴുതിക്കൊണ്ടിരിക്കണേ ഉള്ളൂ. കുഴപ്പമില്ല, ഞാൻ നിർബന്ധം പറഞ്ഞതല്ല. നമുക്ക് സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ അവിടെ വെച്ച് ചെയ്യാം. കഴിഞ്ഞ ബാച്ചിലെ കുട്ടികൾക്കൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷെ അവര് റെക്കോർഡൊക്കെ സൈൻ ചെയ്ത് സീലൊക്കെ ചെയ്താ പോയത്. അപ്പൊ അതൊക്കെ അങ്ങനെ കംപ്ലീറ്റ് ആയതുള്ളത് കൊണ്ടുവന്നോളൂ. അസൈൻമെന്റ് ആണെങ്കിലും സർവേ ആണെങ്കിലും അങ്ങനെ കംപ്ലീറ്റ് ആയ അതൊക്കെ കൊണ്ടുവരാൻ പറ്റുവാണ്. ക്യാരി ചെയ്യാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ സൈൻ. കാരണം അവർ വേറൊന്നും അല്ല, ഞങ്ങൾ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്തതല്ലേ. അപ്പൊ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഒരു സീലും ടീച്ചേഴ്സിന്റെ ഒരു സൈനൊക്കെ കിട്ടുമ്പോൾ അത് കുറച്ചുകൂടെ അവർക്ക് വാല്യൂ ആവുമല്ലോ എന്ന് പറഞ്ഞതേ ഉള്ളൂ. നമ്മളത് നിർബന്ധം ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞേ ഉള്ളൂ. പിന്നെ കഴിഞ്ഞ ബാച്ചുകാർ അവരായിട്ട് അങ്ങനെ വന്നതുകൊണ്ട്. യെസ്, സഹബന പറഞ്ഞു. 4th റെക്കോർഡും അസൈൻമെന്റും കംപ്ലീറ്റ് ആണ്. ഈ 5th റെക്കോർഡ് ലാസ്റ്റ് മുഹൂർത്തത്തിൽ വന്നോണ്ടേ എക്സാമിന് ശരിക്കും വിട്ടുപോയത്. അത് എന്റെ ഒരു മിസ്റ്റേക്ക് ആയിരുന്നു. ഞാൻ വിട്ടുപോയത്. നിങ്ങൾക്ക് ഷെയർ ചെയ്തു എന്നായിരുന്നു എന്റെ ഒരു ധാരണ.
അപ്പൊ അത് കാരണം നിങ്ങൾക്ക് അത് ഷെയർ എഴുതി ചെയ്ത് ആയിട്ടില്ല മാം. അത് കുറച്ചുകൂടി ഉണ്ട്, എഴുതി തീരാനുണ്ട് ഇനി. ആ ആ മെയിൻ എക്സാം അങ്ങനെയാകുമ്പോൾ നമ്മൾ ഈ കഴിഞ്ഞിട്ടില്ലേ മാം? ഇല്ലല്ലോ എന്തോ വൈവ ഉണ്ടാവുക? ഇടാന്ന് പറഞ്ഞത് അതും കൂടി ഒന്ന് സെൻഡ് ചെയ്ത് തരാവോ? അപ്പൊ ഞങ്ങൾക്ക് ഒട്ടിച്ചും കൂടി പോവാലോ. പിക്ചേഴ്സ് അല്ലേ? അപ്പൊ ഞാൻ നമ്മളുടെ വാങ്ങിയ മെറ്റീരിയൽസിന്റെ ഡയറക്റ്റ് ഫോട്ടോ എടുത്ത പിക്ചേഴ്സ് ഉണ്ട്, അത് അയച്ചു തരാം. അല്ലാത്തത് ഡൗൺലോഡ് ചെയ്യുക തന്നെ വേണം. നമ്മൾ നല്ല ക്ലാരിറ്റി ഉള്ള പിക്ചേഴ്സ് തന്നെ ഡൗൺലോഡ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം. ഓക്കെ. കാരണം എന്റെ റെക്കോർഡിൽ ഒട്ടിച്ചിരിക്കുന്ന ഒത്തിരി അങ്ങ് പഴയതായ ഒരുമാതിരി വിന്റേജ് ഫോം പോലെ പണ്ടത്തെ ഫോട്ടോസിൽ ഈ മഞ്ഞയൊക്കെ പിടിക്കില്ലേ, അതുപോലെ അത്ര ക്വാളിറ്റി ഉള്ള പിക്ചേഴ്സ് അല്ലേ. അപ്പൊ സാർ ആദ്യം പറഞ്ഞു എന്റെ റെക്കോർഡിൽ നിന്ന് ഫോട്ടോ എടുക്കാന്ന്, പക്ഷെ ഒട്ടും ക്ലിയർ ആവില്ല. അപ്പൊ ഞാൻ തന്നെ അത് കംപ്ലീറ്റ് ഡൗൺലോഡ് ചെയ്തു. എല്ലാ പിക്ചേഴ്സ് നിർബന്ധമുണ്ടോ? എല്ലാ പാരറ്റസും എല്ലാ ഡീറ്റെയിൽസിന്റെ പിക്ചറും നിർബന്ധമുണ്ടോന്ന്? നിർബന്ധം എന്നല്ല, നമ്മളത് വായിക്കുമ്പോ ഇത് എങ്ങനെയായിരിക്കുന്നതെന്നൊന്ന് കാണാൻ ഒരു ഇതുണ്ടാവില്ല. അത്രയും ഞാൻ 18 എണ്ണത്തിന്റെ എങ്ങാണ്ട് ഞാൻ എടുത്തിട്ടുണ്ട്, ഫോട്ടോസ്റ്റാറ്റ് കോപ്പി എടുത്തിട്ടുണ്ട്. അറിയില്ല, അത് വായിച്ചിട്ട് അതുകൊണ്ട് എടുത്തില്ല. നമുക്ക് മനസ്സിലാകുന്നത് പൊട്ടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഫോർ എക്സാമ്പിൾ പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ കിച്ചന്റെ ഇതിനകത്ത് ട്രെയില് പാത്രങ്ങളൊക്കെ ഇരിക്കുന്നത് നമുക്കറിയാലോ, നമ്മൾ ദിവസവും കയറി ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു മോണ്ടിസോറി മെറ്റീരിയൽസ് പെട്ടെന്ന് നിങ്ങൾക്ക്, ഫോർ എക്സാമ്പിൾ ഇപ്പോ ബൈനോമിയൽ ക്യൂബ്സ് പെട്ടെന്ന് ഓർക്കുമ്പോൾ ബൈനോമിയൽ ക്യൂബ്സിലെ ഷേപ്പ് എന്താണെന്ന് ഞാൻ വൈവേ ചോദിക്കുമ്പോ കൺഫ്യൂസ്ഡ് ആകുന്നു ആളുകൾ. എന്ന് വെച്ചാൽ ജോമെട്രിക്കൽ സോളിഡ്സ് അല്ലാതെ നമുക്ക് ഷേപ്സ് ഉണ്ട്, സ്ഫിയർ, ഓവോയിഡ്, എലിപ്സോയിഡ്, ക്യൂബോയിഡ് എന്നൊക്കെ പറഞ്ഞിട്ട്, പ്രിസം ഒക്കെ. അപ്പൊ ബൈനോമിയൽ ക്യൂബ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ക്യൂബും ക്യൂബോയിഡും മാത്രമേ ഉള്ളൂ. അപ്പൊ ബൈനോമിയൽ ക്യൂബ്സിലെ ഷേപ്പ് എന്താന്ന് ചോദിക്കുമ്പോ എല്ലാരും പെട്ടെന്ന് മറ്റതിലെ ഷേപ്പ് എന്ന് പറയും. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആകുന്ന രീതിയിലുള്ള പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു ക്ലാരിറ്റി വരുമല്ലോ. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ നാളെ ഒരു സ്കൂളിൽ പോകുമ്പോൾ ഇത് എന്ത് സാധനമാണെന്ന് വണ്ടടിച്ചിട്ടരുത്, അത്രേ ഉള്ളൂ. അല്ലെങ്കിൽ ഒരു വൈവയ്ക്ക് പോകുമ്പോൾ വാട്ട് ഇസ് ദിസ് എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ വി ഹൗ ടു എക്സ്പ്ലെയിൻ, നമ്മളത് അറിഞ്ഞിരിക്കണം, നമ്മളത് കണ്ടിരിക്കണം. അതേ ഉള്ളൂ, വേറെ ഒന്നും അതുകൊണ്ട് ഉദ്ദേശിച്ചില്ല. പിന്നെ ബേസിക് ആയിട്ടുള്ള ഇപ്പൊ നമുക്ക് അതിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ടല്ലോ, അത് വൈവയ്ക്ക് ഞങ്ങളോട് കാണാതെ ചോദിക്കുവോ? ഇപ്പൊ പിങ്ക് ടവർ എന്താന്ന് ഇല്ല, അങ്ങനെ കാണാതെ ഒന്നും പഠിച്ചു വെക്കരുത്. നമ്മുടെ മെത്തേഡ് അതല്ല, കാണാതെ ചോദിക്കരുത്. ഇപ്പൊ ഞാൻ വൈവയ്ക്ക് ചോദിക്കുന്ന ഒരു രീതി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മറ്റ് ബാച്ചിൽ നിന്ന് കോണ്ടാക്ട്സ് ഉണ്ടെങ്കിൽ. പ്രാക്ടിക്കൽ സെഷന് വന്നവരോട്, അതായത് നേരിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നവരോട് ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഏതാണ്? അപ്പൊ നമ്മൾക്ക് ഓരോരുത്തർക്കും ഓരോന്നിനോടായിരിക്കും അട്രാക്ഷൻ തോന്നുന്നത്. കുട്ടികളും അങ്ങനെ തന്നെയല്ലേ, ഓരോ കുട്ടികൾക്കും അട്രാക്ഷൻ തോന്നുന്നത് ഓരോന്നിനോടായിരിക്കും. നമ്മളുടെ ആ ഒരു ഇമാജിനേഷൻ, നമ്മളുടെ ഒരു കൺസെപ്റ്റ്, നമ്മളുടെ മൈൻഡിനനുസരിച്ച്, ആറ്റിറ്റ്യൂഡിനനുസരിച്ച്. അപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് സംസാരിക്കും. ഇഷ്ടപ്പെട്ടതിനെ പറ്റി നമ്മൾ കൂടുതൽ അറിയുമല്ലോ, സംസാരിക്കും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഞാൻ ഒരെണ്ണം അങ്ങോട്ട് ചോദിക്കും. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം പിക്ക് ചെയ്തിട്ട് ഇതിനെ പറ്റി എന്താണ് അറിയാവുന്നത്, എനിക്ക് എന്നിട്ട് ഒരു സെന്റൻസ് പറഞ്ഞാലും 2 സെന്റൻസ് പറഞ്ഞാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് നിങ്ങൾക്ക് അറിയുമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഫുൾ അതിനെ പറ്റിയുള്ള ഫീച്ചേഴ്സ് ഒന്നും ഞാൻ ചോദിക്കില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് എന്താണ് മനസ്സിലാകുന്നത്, ഈ പിങ്ക് ടവർ, അതിൽ നിന്നും കുട്ടികൾ എന്താണ് മനസ്സിലാക്കുന്നത്? നമുക്കറിയാം, അവർ ആ ഓർഡറിൽ ഇങ്ങനെ വെക്കുന്നു, അതിന്റെ സൈസ്, ഷേപ്പ്, അതൊക്കെ കുട്ടികൾക്ക് മനസ്സിലാവും. വെയിറ്റ് അത് മനസ്സിലാവും. കളർ സെൻസ് കിട്ടും, ക്രോമാറ്റിക് സെൻസ് കിട്ടും. പിന്നെ അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിന്റെ ഒരു ചെറിയൊരു കൺസെപ്റ്റ് കിട്ടും. ബ്രൗൺ സ്റ്റെയർസ്, അസെൻഡിങ് ഓർഡർ, ഡിസെൻഡിങ് ഓർഡറിന്റെ ചെറിയൊരു കൺസെപ്റ്റ് കിട്ടും. പിന്നെ വൈബ്രന്റ് കളറാണ്, കളർ ഭയങ്കര അട്രാക്റ്റീവ് ആണ് കുട്ടികൾക്ക്. പിന്നെ ഞങ്ങള് പഠിക്കുന്ന സമയത്ത് 10 ക്യൂബോയിഡ്സേ ഉണ്ടായിരുന്നുള്ളൂ ഈ ബ്രൗൺ സ്റ്റെയർസിൽ. അതാണ് പറയുന്നത്, ഓരോ വർഷം കഴിയുന്നതോറും മോണ്ടിസോറി മെറ്റീരിയൽസ് അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഈ 10 സ്റ്റെയർസിനെ ആ ഓർഡറിൽ വെക്കണം. അപ്പോൾ ഒരു അഡൾട്ടിന് അത് കാണുമ്പോഴേ ആ ഓർഡറിൽ വെക്കാൻ പറ്റുമായിരിക്കും, ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ശരിയാണ്. പക്ഷെ കുട്ടികൾ മേ ബി റിപ്പീറ്റ് വരുമ്പോൾ ഇവർക്ക് അത് കുറെ ടൈം എടുക്കുന്നതുകൊണ്ടായിരിക്കാം ഏറ്റവും ലാസ്റ്റ് ആ ചെറിയ ക്യൂബോയിഡ് ഉണ്ടല്ലോ, ആ ക്യൂബോയിഡ് ഒരെണ്ണം കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 11 അല്ലേ അതിനകത്തുള്ളത്, ക്ലാസ്സിൽ കണ്ടതല്ലേ? യെസ് മാം, 11 ഉണ്ട്. ആ 11 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്തടുത്ത് വരുന്ന 2 ക്യൂബോയിഡ്സിൽ, അത് നേരിട്ട് ഒരു മനസ്സിലാവും, 2 ക്യൂബോയിഡ്സിന്റെ ഡിഫറൻസ് ആണ് ഏറ്റവും ചെറുത്. അത് ഒരെണ്ണം കൂടെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൺട്രോൾ ഓഫ് എറർ. അപ്പൊ ഇത് വെച്ച് നോക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഏറ്റവും വലിയ ക്യൂബോയിഡും അടുത്തതും വെച്ചു. അപ്പൊ ഈ
ചെറുത് അതിനോട് ചേർത്ത് വെക്കുമ്പോഴേക്കും അത് കറക്റ്റ് ആ ലെവല് ഫില്ല് ചെയ്തു. അപ്പൊ കുട്ടിക്ക് മനസ്സിലാവും ഞാൻ വെച്ചത് ശരിയാണ്. അപ്പൊ മൂന്നാമത്തെ വെക്കും, വീണ്ടും ഇത് വെച്ച് ചെക്ക് ചെയ്ത് നോക്കും. മേ ബി ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ആ കുട്ടി അത് കറക്റ്റ് ചെയ്യും. അപ്പൊ ആ കൺട്രോൾ ഓഫ് എറർ കുറയ്ക്കാൻ, ആ റിപ്പീറ്റേഷന്റെ ഫ്രീക്വൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, കൺട്രോൾ ഓഫ് എറർ പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരെണ്ണം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് ഓരോ വർഷം കഴിയുന്തോറും ഇതിങ്ങനെ അപ്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ അതാണ്. അതുകൊണ്ട് ഒന്നും നിങ്ങൾ കാണാതെ പഠിക്കേണ്ട. നിങ്ങൾ വൺസ് ഈ പ്രാക്ടിക്കലി ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അതിന്റെ ഐഡിയ തന്നെ വരും. പിന്നെ നമ്മൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലതൊക്കെയാണ് കൺഫ്യൂഷൻ വരുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ബൈനോമിയൽ ക്യൂബ്സും ജോമെട്രിക്കൽ ഷേപ്സും ചോദിക്കുമ്പോഴേക്കും തമ്മിലൊരു കൺഫ്യൂഷൻ വരും. പിന്നെ കളർ ടാബ്ലറ്റ്സ് 3 ടൈപ്പ് ഉണ്ട്, പ്രൈമറി, സെക്കൻഡറി, ടേർഷറി. അപ്പൊ ഞാൻ അതിന്റെ കളറൊന്നും ചോദിക്കാറില്ല. പക്ഷെ കളർ ടാബ്ലറ്റ്സ് എത്ര ടൈപ്പ് ഉണ്ടെന്ന് ചോദിക്കുമ്പോ തന്നെ അവിടെ തന്നെത്താനെ കളർ പറഞ്ഞു തുടങ്ങുക. പിന്നെ അങ്ങ് കൺഫ്യൂസ്ഡ് ആവും. ഞാൻ ആരോടും കളർ ചോദിച്ചിട്ടില്ല. എത്ര കളർ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്, ഏതൊക്കെ കളറാന്ന് ചോദിച്ചിട്ടില്ല. കാരണം അത് എന്നോട് ചോദിച്ചാൽ ഞാൻ കൺഫ്യൂസ്ഡ് ആവും. പ്രൈമറി പിന്നെയും പറയും, സെക്കൻഡറി പിന്നെയും പറയും, ടേർഷറി പറയാൻ എനിക്കിപ്പോഴും അറിയില്ല. 63 കളേഴ്സ് മിക്സ് ചെയ്ത് ഉണ്ടാക്കി വെച്ചേക്കുമല്ലേ, അതെനിക്ക് പറയാൻ എനിക്ക് ഓർമ്മയില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും കളറൊന്നും ചോദിക്കില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഏതാ, പിന്നെ ഇപ്പൊ ഞാൻ എല്ലാരോടും എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ലൈഫിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ടൊരു കാര്യം കൂടിയാണത്. നമ്മള് ഈ മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഡെമോ ക്ലാസ് കുട്ടിക്ക് കൊടുക്കും. ദാറ്റ് ഈസ് ദ ഫണ്ടമെന്റൽ ലെസൺ. ആ മെറ്റീരിയൽസിനെ കുറിച്ച് അല്ലെങ്കിൽ മോണ്ടിസോറി മെത്തേഡിനെ കുറിച്ചുള്ള ഒരു ഫണ്ടമെന്റൽ ലെസൺ ആണത്. ഈ ഫണ്ടമെന്റൽ ലെസൺസിന് 3 ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്: സിംപ്ലിസിറ്റി, ബ്രിവിറ്റി, ഒബ്ജക്ടിവിറ്റി. അത് ആ മെറ്റീരിയൽസിന് മാത്രമല്ല, മോണ്ടിസോറി മെത്തേഡിനും അങ്ങനെ തന്നെയാണ്, ആ മോണ്ടിസോറി ലേണിംഗ് പ്രോസസ്സിനും അങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ ലൈഫിലേക്കും അത് തന്നെയാണ് അപ്ലൈ ചെയ്തത്. ആർഭാടം എന്നൊരു സംഭവമില്ല. സിമ്പിൾ ആയിരിക്കണം. ഓൾവേസ് മേക്ക് ഇറ്റ് സിമ്പിൾ. ഇന്റർവ്യൂ ചോദിക്കുമ്പോൾ വാരി വലിച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. അവരെന്താണ് ചോദിച്ചിരിക്കുന്നത് അതിനെ ഫോക്കസ് ചെയ്ത് വേണം ആൻസർ ചെയ്യാനായിട്ട്. അപ്പൊ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്യുക. ഒബ്ജക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിനെ കുറിച്ചാണോ ചോദിച്ചിരിക്കുന്നത് അതിനെ മാത്രം ഫോക്കസ് ചെയ്യുക, അതിനെ വെച്ച് മാത്രം ആൻസർ ചെയ്യുക. ഓക്കെ. അപ്പൊ അങ്ങനെ ആ ഒരു മെത്തേഡ് നമ്മൾ ത്രൂ ഔട്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് ആണെങ്കിലും പേഴ്സണൽ ലൈഫ് ആണെങ്കിലും ഫോളോ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. സിമ്പിൾ ആയിരിക്കും. എനിക്ക് ജിമിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര വലിപ്പമുള്ള ജിമിക്കൊക്കെ എനിക്കുണ്ട് എന്റെ കയ്യില്. പക്ഷെ വൺസ് ഈ മോണ്ടിസോറി മെത്തേഡും കഴിഞ്ഞ് ഈ പറയുന്ന MSW കൂടെ കഴിഞ്ഞപ്പോഴേ ഏറ്റവും ചെറിയ കമ്മലിടാൻ പറ്റുമോ അത്രയും സിമ്പിൾ ആയതല്ല, അങ്ങനെ അങ്ങ് ആയി പോവുക നമ്മള്. സിമ്പിൾ. പിന്നെ വൈബ്രന്റ് കളേഴ്സ് ഇടാൻ ഭയങ്കര ഒരു മടി. ഈവൻ ദോ എടുത്തു വെച്ചാലും വേറെ ഇത് കഴിയുമ്പോൾ തിരിച്ചത് മാറ്റിയിട്ട്, അങ്ങനെയൊന്നും ആവാനല്ല പറഞ്ഞത്. ബട്ട് നമ്മുടെ തലയ്ക്കകത്തേക്ക് ഇത് ഭയങ്കരമായിട്ട് കയറി കഴിയുമ്പോൾ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ചേഞ്ചസ് ആണ്. പിന്നെ നമ്മളൊരു കുറ്റം പറയാൻ ഒട്ടും, ഈവൻ ദോ മനസ്സിൽ പോലും, ഞാനൊക്കെ മനസ്സിലൊക്കെ പണ്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്, ആരുടെ മുഖത്തോക്കി പറഞ്ഞിട്ടില്ലെങ്കിലും നമുക്കൊരു ഇറിറ്റേഷൻ ആ ഒരു വ്യക്തിയോട് ഫീൽ ചെയ്യും. പക്ഷെ ഇപ്പം അങ്ങനത്തെ ഒരു ഫീലേ ഇല്ല. മേ ബി ഈ ഒരു വർഷം നിങ്ങളെയൊക്കെ ട്രെയിനിങ് തന്നതോടുകൂടി കുറെ കൂടെ അത് ആ ഒരു ഇത് അങ്ങ് സ്ട്രോങ് ആയി. ഒട്ടും പറയാൻ തോന്നില്ല, മനസ്സിൽ പോലും വരില്ല, മുഖത്ത് പോലും വരില്ല, എക്സ്പ്രഷനിൽ പോലും വരില്ല. പിന്നെ നമ്മൾക്ക് ഇപ്പൊ താല്പര്യം ഇല്ലാത്ത ഒരു വ്യക്തിയെ കുറിച്ച് ഒരാള് പറയുന്നത് പോലും നമുക്ക് ഇഷ്ടപ്പെടില്ല. എന്നുവെച്ചാ നമ്മൾ ആ ജഡ്ജ് ചെയ്യാൻ ആരെയും സമ്മതിക്കാത്ത ഒരു സ്വഭാവത്തിലേക്ക് മാറും. അപ്പം നമ്മളെപ്പോഴും സെൽഫ് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കും. നമുക്ക് മറ്റേതിന് സമയമില്ലല്ലോ, മറ്റുള്ളവരെ ജഡ്ജ് ചെയ്യാൻ നമുക്ക് സമയമില്ല. അപ്പൊ അങ്ങനെ ഈ മെത്തേഡ് നമ്മുടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ലൈക്ക് ദാറ്റ്. കയറാത്തവരുണ്ട്, അത് വേറൊന്നുമില്ല. വൺസ് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവർക്ക് ആ മെത്തേഡ് കുറെയെങ്കിലും അകത്തേക്ക് കയറും. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാല് പലർക്കും ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ റെക്കോർഡ് ക്ലാസ് ആയിരിക്കും കാണുന്നത്. ഈവൻ റെക്കോർഡ് ക്ലാസ് കാണുന്ന ചിലർക്ക് വരെ ആ ഒരു ഇൻസൈറ്റ് കിട്ടുന്നുണ്ട്. ഇത് രണ്ടുമില്ലാതെ വരുന്നവർക്കാണ് ബുദ്ധിമുട്ട്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുന്നതില്ല, 2 ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് സമയമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിയുടെ രാത്രി ക്ലാസ് ആണ്. എന്നെ വിളിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് വിഷമം വന്നു. കാരണം നമ്മള് ആദ്യം തുടങ്ങി പറഞ്ഞ് ഒരു പക്ഷെ നിങ്ങളെ എനിക്ക് കയ്യിൽ കിട്ടിയത് ലേറ്റ് ആയിട്ടാണ്, എന്നാലും അവര് ആദ്യത്തെ ബാച്ചാണ്. എനിക്കിത് ടീച്ചർമാരെന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് ഭയങ്കര വിഷമായിരുന്നു. എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ വന്നു. കാരണം ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇത് ഉള്ളിൽ നിറയേണ്ടല്ലോ. പക്ഷെ ഒരു ചെറിയ ഇഞ്ചക്ഷൻ അവർക്ക് പോയതുകൊണ്ടാണോ എന്നൊന്നും അറിയില്ല. വൈവിക്ക് വന്നപ്പോ എന്ത് ഭംഗിയായിട്ട് അവര് ചെയ്തതെന്നറിയോ. അവർക്ക് കിട്ടിയ ലിമിറ്റഡ് ടൈം കൊണ്ട് അവർ മാക്സിമം കാര്യങ്ങൾ ചെയ്തു. പ്രസന്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, അത്രയ്ക്ക് നല്ല പ്രസന്റേഷൻ ആയിരുന്നു. ഭയങ്കര കൂട്ടായി. ഞങ്ങള് ആദ്യമായിട്ടാണ് ഞാൻ അവരെ രണ്ടുപേരെയും കാണുന്നത്. ഭയങ്കര കൂട്ടായി.
നല്ല രീതിയിൽ തന്നെ വെച്ചാൽ അപ്പൊ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് വന്നു. ഇവരുടെ കയ്യിൽ കുട്ടികൾ സേഫ് ആണ്, കുട്ടികളെ നല്ല രീതിയിൽ തന്നെ അവർ മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ള ആ ഒരു നല്ലൊരു ഫീല് വന്നു. അവർക്കെന്തോ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ കൊണ്ട് വർഷങ്ങളോളം വർക്ക് ചെയ്യുന്നു, പക്ഷെ സർട്ടിഫിക്കറ്റ് ഇല്ലാന്ന് പറഞ്ഞ് ടെർമിനേറ്റ് ചെയ്യാൻ പ്രത്യേകിച്ച് കാരണമൊന്നും മാനേജ്മെന്റിന് വേണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അതൊന്ന് സെക്യൂർ ആക്കാൻ വേണ്ടിയിട്ടാണ് അവർ ആക്ച്വലി ഈ കോഴ്സിന് ജോയിൻ ചെയ്തത്. അവര് പറഞ്ഞു, എനിക്ക് തോന്നുന്നു പലരും ഈ ബാച്ചിലുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, ഈ ബാച്ചിലുണ്ട്. അവര് വളരെ പോസിറ്റീവ് ആയിരുന്നു. എനിക്ക് പേര് പറയുന്നതിന് വിഷമമില്ല. അഞ്ജു ആൻഡ് പ്രിയ, തൃശ്ശൂർ ഒരു സ്കൂളിൽ വർക്ക് ചെയ്യുന്ന, എനിക്ക് ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും വളരെ ക്യൂട്ട് പ്ലീസിങ് ആയിട്ടുള്ള KG ടീച്ചേഴ്സ്. നല്ല രസമായിട്ട് അവരെ പ്രസന്റ് ചെയ്തായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നേരിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ കാണാൻ പറ്റട്ടെ എന്നൊരു ആഗ്രഹം മനസ്സിലുണ്ട്. ഓക്കെ ഫൈൻ. അവര് പറഞ്ഞ ആരൊക്കെയോ ഏതൊക്കെയോ ബാച്ചിലുണ്ട് ആ സ്കൂളിൽ തന്നെ ഇതുപോലെ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ഉണ്ടായിട്ട് അങ്ങനെയുള്ള കുറെ പേര് ബാച്ചിലുണ്ട്. അപ്പോൾ ഐ ക്യാൻ സപ്പോർട്ട് ദം. അതും കൂടെ ഞാൻ പറയട്ടെ. സോ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഒന്നുകൂടെ ഇന്നത്തെ ദിവസം കൊണ്ട് ക്ലാസ് തീരുവാണല്ലോ. അപ്പൊ ഒന്ന് ബ്രഷപ്പ് ചെയ്യുവാണ് ഈ ഓരോ ഏരിയയെ കുറിച്ചിട്ടും. പിന്നെ നിങ്ങളത് വായിക്കുക. വീട്ടിൽ കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ഡെമോൺസ്ട്രേഷൻ ചെയ്യിക്കുക. വെക്കേഷൻ സമയത്ത് അവർക്കും അതൊരു നല്ലൊരു ആക്ടിവിറ്റി ആയിരിക്കും. പിന്നെ നാളെ വരുമ്പോ ഒത്തിരി ദൂരെ നിന്ന് വരുന്ന ആരെങ്കിലും ഉണ്ടോ? മാം കണ്ണൂരാണ്, തലശ്ശേരി. ആണോ? തലേന്ന് ഇപ്പൊ എവിടെ സ്റ്റേ ചെയ്യും? ഇതിൽ തന്നെ ഈ ഗ്രൂപ്പിലുള്ള ഒരു കുട്ടി ഉണ്ടായിരുന്നു, അവിടെ സ്റ്റേ ചെയ്യാൻ അവർക്ക് റൂം ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങനെ കൊടുക്കുന്ന റൂം അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. എവിടെയാ സ്ഥലം? എവിടെയാണ്? അത് പറവൂർ തന്നെയാ പറഞ്ഞത്. ആണോ? ഓക്കെ ഓക്കെ, വെരി ഗുഡ്. ഞാൻ വയനാട്ടിൽ നിന്നാണ്. ആണോ? അൻഷുരിയും വിനീതി ഒരുമിച്ച് ഒരേ സ്ഥലത്താണോ? അതെ, ഞാൻ കണ്ണൂരാ, വയനാട്. അങ്ങനെയല്ല, കണ്ണൂരാണ്. ഒരേ സ്ഥലത്താണ് സ്റ്റേ ചെയ്യുന്നത്. ഓക്കെ. വേറെ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്ലീസ് കോൾ മീ. പറവൂർ ടൗണിൽ നിന്ന് ഒരു ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് മാറിയിട്ടാണ് എന്റെ വീട്. ഓക്കെ, ഇവിടെ വന്ന് കംഫർട്ടബിൾ ആയിട്ട് സ്റ്റേ ചെയ്യാം, അതിനൊന്നും പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഫൈൻ. പിന്നെ ആവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തൊക്കെ വെക്കുക കേട്ടോ, ലേറ്റ് ആക്കൊന്നും വേണ്ട. മാം, നമുക്ക് എത്ര മണി വരെ നമുക്ക് ക്ലാസ് ഉണ്ടാകാം? പ്രാക്ടിക്കലിന്റെ ക്ലാസ് ഇപ്പൊ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി 1 മണിക്ക് മുമ്പ് തീരും. നിങ്ങളുടെ എത്ര പേര് വരുന്നുണ്ട്? നമ്പർ അറിയാമോ? അറിയത്തില്ല. കറക്റ്റ് നമ്മളോട് PR-നെ ഇൻഫോം ചെയ്യാനാ പറഞ്ഞിരുന്നേ. എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ നമ്പർ ഒന്നും കിട്ടിയിട്ടില്ല. 10 മണിക്ക് അവിടെ എത്തിയാ മതിയോ? എന്താ പറഞ്ഞത് നിങ്ങളോട്? ആ ടൈം തന്നെ ഒന്ന് കീപ്പ് ചെയ്യാൻ നോക്ക്, കാരണം തിരിച്ചു പോകാനുള്ളവർക്ക് ലേറ്റ് ആവില്ലല്ലോ. പിന്നെ നമ്മള് ഗ്രൂപ്പ് ആക്കിയിട്ടായിരിക്കും ചെയ്യുന്നത്. അപ്പോ ജസ്റ്റ് വന്ന് കാണുക എന്നുള്ള കാര്യത്തിനാണെങ്കിൽ ആരും വരണ്ട. എല്ലാവരും എല്ലാ മെറ്റീരിയൽസും യൂസ് ചെയ്ത് ആക്ടിവിറ്റി ചെയ്യണം. നിങ്ങളുടെ കയ്യിലൂടെ ഓരോ മെറ്റീരിയൽസ് പോകണം. ഒരാൾ ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കരുത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ എത്ര പേരുണ്ടെന്ന് ചോദിച്ചത്. അപ്പൊ നമ്പർ ഓഫ് ആൾക്കാർ കൂടുമ്പോൾ ടൈം ഇച്ചിരി കൂടെ ഒന്ന് മാറും. എന്നാലും ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് ചെയ്ത് എല്ലാ ബാച്ച് വന്നപ്പോഴും ഉച്ചയ്ക്ക് മുമ്പ് തീർന്നിരുന്നു. 1 o'clock മുമ്പ് തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു സെഷൻസ്. പിന്നെ എല്ലാവരും അവിടെ നിന്ന് സംസാരിച്ചു, ഫോട്ടോസ് ഒക്കെ എടുത്തു, റിവ്യൂ പറഞ്ഞു, അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നടന്നേ ഉള്ളൂ. 1 മണിക്ക് മുമ്പ് തന്നെ കാര്യങ്ങളെല്ലാം നോക്കണമെന്നാണ് ആഗ്രഹം. എല്ലാ മെറ്റീരിയൽസും ചെയ്ത് നോക്കണം എന്നാണ്, അത് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാണ് ഒരു ആഗ്രഹം. കിട്ടിയാ മതിയായിരുന്നു. നമ്മള് വിടുള്ളൂ. അതൊക്കെ കിട്ടുമല്ലോ, എന്നിട്ടേ നമ്മള് വിടുള്ളൂ. അവിടെ വന്നു കഴിഞ്ഞാൽ മെറ്റീരിയൽസ് ഞങ്ങൾ നിങ്ങൾക്കായിട്ട് തന്നെ തരുവാണ്. മോണ്ടിസോറി എൻവയോൺമെന്റ്സ് തന്നെയാണ് നമ്മളവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മളവിടെ ഡിസ്പ്ലേ ചെയ്യും, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വന്നെടുക്കാം. ആ ഒരു രീതിയിലാണ് നമ്മൾ ഡെമോ ചെയ്ത് തരും. ഡെമോ കാണിക്കും, പിന്നെ നിങ്ങൾ അങ്ങ് ചെയ്യാം. കാരണം എങ്ങനെയാണോ മോണ്ടിസോറി എൻവയോൺമെന്റിൽ കുട്ടികൾക്ക് മെറ്റീരിയൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ കുട്ടികളുടെ ഫ്രീഡം ഓഫ് ചോയ്സ്, അവർക്ക് പോയി ഇഷ്ടമുള്ളത് എടുക്കാലോ, അതുപോലെ തന്നെ അവിടെ നിങ്ങൾ 3 to 6 years കുട്ടികളെ തന്നെയാണ്. ഓക്കെ, അവരുടെയൊക്കെ ഇന്നർ ചൈൽഡ് പുറത്തേക്ക് കാണാം. മാം, നമ്മൾ ഈ മെറ്റീരിയൽ സാൻഡ് പേപ്പർ ലെറ്റേഴ്സും അതൊക്കെ എടുക്കണോ? സാൻഡ് പേപ്പർ മെറ്റീരിയൽ അതൊന്നും എടുക്കണ്ട. നിങ്ങൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് ഒന്നും എടുക്കണ്ട. ഞാൻ ഒന്നും എടുക്കണ്ട, വേണ്ട, അതിന്റെ ആവശ്യം. ഇത് നിങ്ങൾക്ക് സൈൻ വേണം, സീല് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ആർക്കെങ്കിലും വൈവ കോൺഫിഡന്റ് ആണെങ്കിൽ യു ക്യാൻ അറ്റൻഡ് വൈവ there. മാം, ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് നമ്മുടെ എക്സാം ലാസ്റ്റ് എക്സാമിന്റെ 13th ഈവനിങ് ഞാൻ ചെന്നൈയിൽ പോകും. പിന്നെ 17th കാലത്തെ വരുള്ളൂ.
അപ്പൊ അതിനിടയിൽ വൈവ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ അതാണ് ഞാൻ ചോദിച്ചത്, വൈവ ഏത് സമയത്തായിരിക്കും ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ. വൈവ വെക്കുന്നത് നിങ്ങൾക്കിപ്പോ ആരൊക്കെയുള്ള, ഞാൻ, അശ്വതി മിസ്, അപർണ മിസ് അല്ലേ? നിങ്ങൾ 3 ടീച്ചേഴ്സ് അല്ലേ ഉള്ളത്? മോണ്ടിസോറി പഠിപ്പിക്കുന്ന ഞങ്ങൾ 3 പേരല്ലേ? അതെ. അപ്പൊ ടീച്ചേഴ്സിന് കൺവീനിയൻസ് നോക്കും, അവരുടെ ഒരു ടൈം. കാരണം എന്താ വെച്ചാൽ കൺവീനിയൻസ് നോക്കുന്നു പറയണത്, പകല് ക്ലാസ് ഉണ്ടാവും, അപ്പൊ ക്ലാസ് ഇല്ലാത്ത ടൈം സ്ലോട്ട് അവരെ ഇന്ന ഡെയിലി ഞാൻ ഇത്ര ടൈം ഫ്രീ ആണ്, ആ ടൈമിൽ വെച്ചോളൂ എന്ന് പറയുമ്പോൾ, പിന്നെ നൈറ്റിലെ വൈവ ഓൾമോസ്റ്റ് ഞാൻ തന്നെയായിരിക്കും. കാരണം അവർക്ക് രണ്ടുപേർക്കും നൈറ്റ് ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ പേഴ്സണൽ ടൈമും കാര്യങ്ങളും കുട്ടികളും ഒക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരാഴ്ച എടുക്കുവാണെങ്കിൽ 2 days 3 days നമ്മുടെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം കൊടുക്കും. നമുക്ക് ആർക്കെങ്കിലും ഒരു പേഴ്സണൽ എമർജൻസി വന്നാൽ നമുക്ക് പെട്ടെന്ന് മാറ്റാൻ, അതുകൊണ്ട് ഒരുമിച്ച് കൊടുക്കില്ല, 2 ദിവസത്തെ 3 ദിവസത്തെ കൊടുക്കും. അപ്പൊ നിങ്ങൾ കുട്ടികളുടെ ലിസ്റ്റ് ഇടും. ലിസ്റ്റ് ഇടുന്ന സമയത്ത് ആ തന്നിരിക്കുന്ന ഡേ അല്ലെങ്കിൽ ആ തന്നിരിക്കുന്ന ടൈം നിങ്ങൾക്ക് ഒട്ടും പറ്റില്ല, ബുദ്ധിമുട്ടുണ്ടെന്ന് വരുവാണെങ്കിൽ ഇൻഫോം ചെയ്യാം. അല്ലെങ്കിൽ പേഴ്സണലി എന്നെ ഇൻഫോം ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓഫീസിൽ ആരെയും വിളിച്ച് നിങ്ങൾ പറയില്ലേ, അവരെ ഇൻഫോം ചെയ്താലും മതി. അപ്പൊ ഒരു കാര്യം ചെയ്യണം, അങ്ങനെ പറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ നിങ്ങളൊന്ന് പറയാം, എനിക്ക് ഈ ടൈമിൽ പറ്റില്ല, പകരം ആരെങ്കിലും ഒന്ന് കേറാമോ എന്ന് ചോദിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പലപ്പോഴും ഞങ്ങൾ അറിയില്ല ആൾ ആബ്സെന്റ് ആവുന്നത്. നമ്മളിവിടെ വന്ന് ഇങ്ങനെ ഇരിക്കും, കുറെ നേരം ഇരിക്കുമ്പോൾ വരില്ല. നമ്മളെ ഒന്ന് ഇൻഫോം ചെയ്യുവാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് പ്ലാൻ ചെയ്യാം. കാരണം ഇത് ഏകദേശം 150ഓളം പിള്ളേരുണ്ട്, നിങ്ങൾ ഇത്രയും പേരുടെ കഴിയണ്ടേ. നമ്മൾ 3 പേര് 50 കുട്ടികളെ വെച്ച് എടുത്താലാണ് ഇത് തീരുള്ളൂ. അപ്പൊ 50 പേരെ പല ദിവസങ്ങളും ആവുമല്ലോ സമയത്തിനനുസരിച്ച്. അപ്പൊ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ദിവസം പറ്റിയില്ലെങ്കിൽ ആ ഒരു ഗ്രൂപ്പില്, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ ചോദിക്കുക, എനിക്ക് ഈ ടൈമിൽ കയറാൻ ബുദ്ധിമുട്ടാണ്, ആരെങ്കിലും റെഡി ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയുമെന്ന് ചോദിക്കുക. ആ പേര് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്താലും മതി, അല്ലെങ്കിൽ ഓഫീസിൽ വിളിച്ച് പറഞ്ഞാലും മതി. അപ്പൊ തന്നെ നമ്മൾ ആ ടൈം മാറ്റും. എന്നിട്ട് ആർക്കാണോ പറ്റാത്തത് അയാളെ അടുത്ത ഏതെങ്കിലും ടൈമിലേക്ക് മാറ്റും. അല്ലെങ്കിൽ ജസ്റ്റ് അവരോട് ചോദിക്കും. ഞാൻ ഇപ്പോ ചിലർ ഹോസ്പിറ്റൽ കേസ് ഒക്കെ പറഞ്ഞപ്പോ ഇന്ന ദിവസങ്ങളിൽ എനിക്ക് ഓക്കെ ആണെന്നൊരു ഡേ ഇങ്ങോട്ട് പറയും. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ആദ്യം അങ്ങ് ഇട്ടിട്ട് നിങ്ങൾ നോക്കുക, ഒട്ടും പറ്റാത്ത സമയമാണെങ്കിൽ ഇതുപോലെ നമുക്ക് ചെയ്യാം. പക്ഷെ പകരം ഒരാൾ കയറുവാണെങ്കിൽ എളുപ്പമായിരുന്നു. കാരണം തീർന്നു പോവുമല്ലോ, എന്നാലല്ലേ മാർക്ക് ലിസ്റ്റ് ഒക്കെ വേഗം പ്രിപ്പയർ ചെയ്ത് സർട്ടിഫിക്കറ്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ടാണ് അപ്പൊ ലേറ്റ് ആക്കാതെ പറ്റാത്തതുണ്ടെങ്കിൽ ഈ രീതിയിൽ തമ്മിലൊരു അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ തമ്മിലൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ കുഴപ്പമില്ല. ഇനി വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട്, നൈറ്റേ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്ന് പ്രത്യേകം അറിയിക്കുക കേട്ടോ. പകൽ പറ്റില്ല, നൈറ്റേ പറ്റുള്ളൂ. അത് നൈറ്റ് വളരെ കുറച്ച് ടൈം ആയിരിക്കും. കുറച്ച് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 8 മണി തുടങ്ങി 9 മണി വരെ അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ചിലര് ജോലി കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് വരുന്ന ഒരാളുണ്ട്, MT വന്നില്ല. ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ അവർക്ക് കൺവീനിയന്റ് ആയിട്ട് ഒരു ടൈം കൊടുക്കണമല്ലോ. സോ ആഫ്റ്റർ 10 o'clock ചെയ്യാം. പക്ഷെ ആക്ച്വലി ഞാൻ 10 o'clock ശേഷം വൈവ ചെയ്യാറില്ല. പക്ഷെ ആ ഒരു കുട്ടിക്ക് വേണ്ടി മാത്രം. കല്യാൺ സിൽക്സിൽ വർക്ക് ചെയ്യണതാ, ഊഹിക്കാലോ. ഷോപ്പ് അടച്ചു കഴിയുമ്പോഴും അവർക്ക് കുറെ കാര്യങ്ങൾ ഉണ്ടാവും ചെയ്യാനായിട്ട്. ഷട്ടർ ഇടുന്നത് ഏകദേശം ഒരു 9 മണിക്കായിരിക്കും. പിന്നെ വാരി വലിച്ചിട്ടിരിക്കുന്ന തുണി മുഴുവനും മടക്കി വെച്ച് എല്ലാം കഴിഞ്ഞിട്ട് അവർ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവില്ലേ. അപ്പൊ അതുകൊണ്ട് മാത്രം ഒരു സ്പെഷ്യൽ കൺസേൺ. അപ്പൊ അതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അറിയിക്കുക. ഓക്കെ മാം, ഒരു ഡൗട്ട് കൂടെ. നമ്മളൊരു വീഡിയോ സെൻഡ് ചെയ്യാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ആക്ടിവിറ്റി എടുത്ത വീഡിയോ, അത് സെൻഡ് ചെയ്യാൻ ആയോ? റെഡി ആണോ? നിങ്ങൾക്ക് നമ്പർ തന്നിട്ടുണ്ടോ? നമ്പർ ഇതിനകത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു ഗ്രൂപ്പിൽ അന്നാരോ. സെൻഡ് ചെയ്തോളൂ, കുഴപ്പമില്ല. ചാനലിലേക്ക് ഇടാനാണ് അന്ന് പറഞ്ഞത്. ഗ്രൂപ്പിലിട്ട നമ്പർ എന്ന് പറയുന്നത് നമുക്ക് ആക്ടിവിറ്റീസ് മറ്റേ ചെയ്യിച്ചപ്പോ വീഡിയോ ഓൺ ആവാത്തോണ്ടാണ് ആ നമ്പറിലേക്ക് ഇടാൻ പറഞ്ഞത്. പക്ഷെ ഈ മറ്റേ വീഡിയോ ഇടാൻ പറയില്ലേ, റെയിമോ സ്റ്റോറിയോ അങ്ങനെയുള്ള എന്തെങ്കിലും ചെയ്തിട്ടുള്ള വീഡിയോ ഇടാൻ പറയില്ലേ, അത് ജയദേവൻ സാറിന്റെ നമ്പർ പറഞ്ഞത്. അത് പറയാന്ന് പറഞ്ഞ നിങ്ങള് സാറ്റർഡേ വരുമ്പോഴേക്കും അതൊന്ന് വേണമെങ്കിൽ നേരിട്ട് ചോദിച്ച് കൺഫേം ചെയ്യും. സാറും മാമും അവിടെ ഉണ്ടാവും, പ്രസിദ്ധ സാറും ഉണ്ടാവും. നേരിട്ട് കാണാലോ, നേരിട്ട് ചോദിക്കാം. സാറ്റർഡേ കഴിഞ്ഞിട്ട് സെൻഡ് ചെയ്താൽ മതിയല്ലോ അല്ലെ? മതി മാം
ആ ആക്ടിവിറ്റി ചെയ്ത വീഡിയോ ഞാൻ ആ നമ്പറിലേക്ക് അയച്ചു കൊടുത്തിരുന്നു. പക്ഷെ ഇതുവരെയായിട്ട് നോക്കിയിട്ടില്ല. 2 ആഴ്ച ഇപ്പൊ അയച്ചിട്ട്. സിസ്റ്റവുമായിട്ട് കണക്ട് ചെയ്ത നമ്പർ ആയിരിക്കാം ചിലപ്പോ. അപ്പൊ നമ്മൾ വ്യൂ ചെയ്താലും അറിയില്ല. ആ ഓക്കെ മാം. ഓക്കെ. പിന്നെ മാക്സിമം നിങ്ങൾ ഇതിന്റെ എന്താ പറയാ വീഡിയോസ് എടുക്കുക കേട്ടോ നിങ്ങൾ ചെയ്യുന്നത്. കാരണം അത് ഹെൽപ്ഫുൾ ആയിരിക്കും വരാൻ പറ്റാത്തവർക്ക്. ഓക്കെ. ഓക്കെ. സോ നമ്മള് എന്താ പറയാ സെൻസോറിയൽ ഏരിയയുടെ കാര്യം പറയുമായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സെൻസോറിയൽ ഏരിയയിലാണ് കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ളത്. മാത്തമാറ്റിക്കൽ ഏരിയ വരുമ്പോഴേക്കും കൗണ്ടിങ്, നമ്പർ ഫെമിലറൈസേഷൻ, പിന്നെ ലെസ് മോർ അങ്ങനത്തെ കൺസെപ്റ്റ്, ഫ്രാക്ഷൻ, പിന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആയ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പിന്നെ ബീഡ്സ് കൊണ്ടുള്ള ആക്ടിവിറ്റീസ് എല്ലാം ഈ ഇതുപോലെ മാത്തമാറ്റിക്കൽ ഏരിയയിലാണ് വരുന്നത്. ബീഡ്സ് നമുക്ക് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂസ് ബീഡ്സ് ആയിട്ട് കൊണ്ടുപോകരുത്. ചെറിയ കുട്ടികളാണെങ്കിൽ അവർ വായിലിടാനോ മൂക്കിലിടാനോ ഒക്കെ അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. ശരിയൊരു നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരും. അതിന് പകരം നമ്മൾ ബീഡ് സ്ട്രിങ് ഉണ്ടാക്കുവാണെങ്കിൽ അതാകുമ്പോൾ വായിലേക്ക് ഇടാനുള്ള ചാൻസസ് ലെസ് അല്ലേ, മീൻസ് ഉണ്ടാവില്ല. സ്ട്രിങ് നല്ല 2 സൈഡ് നല്ല സെക്യൂർ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൽ നിന്ന് ബീഡ്സ് എടുക്കാൻ പറ്റില്ല. എടുക്കാനൊക്കെ ശ്രമിക്കും, പക്ഷെ എടുക്കാൻ പറ്റില്ല. പിന്നെ അവരത് കൗണ്ട് ചെയ്തു നടക്കാതെ വരുമ്പോഴേക്കും ഇങ്ങനെ കൗണ്ടിങ് തുടങ്ങും. അതിന്റെ കളർ നോക്കും, അതിന്റെ ഇപ്പം 3 ബീഡുള്ളതും 2 ബീഡുള്ളതും ഒപ്പം വെച്ചിട്ട് ഏതാണ് കൂടുതൽ, അങ്ങനെയൊക്കെയുള്ള കുറെ കമ്പാരിസൺ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കുട്ടികൾ തന്നെ ചെയ്യും. നമ്മൾ ഡെമോ കൊടുക്കുന്ന മാത്രമല്ല ഇവര് ചെയ്യുക, അവരുടെ ഇമാജിനേഷൻ പല വഴിക്കും അവരതുകൊണ്ട് പല രീതിയിൽ ചെയ്യും. അപ്പൊ ബീഡ്സ് സ്ട്രിങ് ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ വേറെ മാത്തമാറ്റിക്കൽ ഏരിയയിൽ വരുന്നത് ഇതുപോലെ ഷേപ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടല്ലോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ്. അതൊക്കെ നിങ്ങൾക്ക് കട്ട് ചെയ്ത് കളർഫുൾ ആയിട്ടുള്ള പേപ്പർ വെച്ച് കവർ ചെയ്ത് അതൊക്കെ വേണമെങ്കിലൊക്കെ ഉണ്ടാക്കാം, കുഴപ്പമൊന്നുമില്ല. എന്തെങ്കിലും പ്രോബ്ലം ഇല്ല. നമുക്ക് മെയിൻ ആയിട്ട് സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് എല്ലാവരുടെയും കയ്യിലുണ്ടാകും. കാരണം അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ട് ആയിരുന്നു കേട്ടോ. പിന്നെ സ്റ്റോറി നറേഷൻ, അതും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഞാൻ പറഞ്ഞോന്നറിയില്ല, നമ്മുടെ ഒരു ബാച്ചിൽ 98 ആണെന്ന് തോന്നുന്നു. ആ 8ലെ കുട്ടി പറഞ്ഞു തോന്നുന്നു അല്ലെ, ഇന്നലെ 1-to-1 ഓൺലൈനായിട്ട് പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്ന ഒരാളാണ്. അതായത് ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ, ആ ഒരു രീതിയിൽ. അപ്പൊ ആള് വളരെ കോൺഫിഡന്റ് ആണ്. അത്ര നല്ല ടീച്ചറാണ്. എടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വളരെ ഇഷ്ടമാണ്, പാരന്റ്സിന് ഇഷ്ടമാണ്. അങ്ങനെ ഒരു കുട്ടിയെ കിട്ടി, ചെറിയ മോന. എന്ത് ചെയ്താലും അടുക്കില്ല, പറയുന്നത് കേൾക്കില്ല. ഭയങ്കര സങ്കടമായി. കാരണം ഒരു ചലഞ്ച് പോലെയാണല്ലോ. കുട്ടി കേൾക്കുന്നില്ല, എന്ത് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അപ്പൊ എന്നോട് ചോദിച്ചു, ഞാൻ എന്ത് ചെയ്യുന്ന, എന്ത് ആക്ടിവിറ്റി കൊടുത്താലും അവൻ ശ്രദ്ധിക്കുന്നേ ഇല്ല. എങ്ങനെയൊക്കെ നോക്കിയിട്ട് ഓൺലൈനും കൂടിയാണ്, അതിന്റെ ലിമിറ്റേഷൻസും ഉണ്ടല്ലോ, ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ട് വരും, എന്നാലും അവനോട് സംസാരിച്ച് അവന് അതിൽ കുഞ്ഞുങ്ങൾക്ക് പെറ്റ്സിനെ ഇഷ്ടമായിരിക്കുമല്ലോ, അവന് ഇഷ്ടപ്പെട്ട പെറ്റ്സ് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ഓൺ ദ സ്പോട്ട് സ്റ്റോറി മേക്കിംഗ് ചെയ്യാൻ പറഞ്ഞു. ഫസ്റ്റ് ഇട്ട് കൊടുക്കണം സ്റ്റോറിയുടെ തുടക്കം. സ്കൂളിൽ നിന്നും തിരിച്ചു വരുന്ന വഴി ഏതെങ്കിലും അവന്റെ ഏജിലുള്ള ഒരു മോന്റെ പേര് പറഞ്ഞിട്ടോ അങ്ങനെ പറഞ്ഞ് തിരിച്ചു വരുന്ന വഴി ഒരു പൂച്ചക്കുഞ്ഞ് വഴിയിൽ കിടന്ന് കരയുന്ന കണ്ടു. ഇനി എന്ത് ചെയ്യുന്ന ചോദിക്കും. എനിക്ക് ഇന്നലെ വൈകിട്ട് മെസ്സേജ് ഉണ്ടായിരുന്നു, വർക്കൗട്ടായി, സംഭവം വർക്കൗട്ടായി. സെക്കൻഡായി. അപ്പൊ ആ സ്റ്റോറി അങ്ങനെ ടീച്ചറും കുട്ടിയും കൂടെ ചേർന്ന് ആ സ്റ്റോറി കംപ്ലീറ്റ് ചെയ്തു. അടുത്ത സെന്റൻസ് അവൻ പറയും, അല്ലെങ്കിൽ അവൻ അത് കുറെ കാര്യം പറയും. അത് കഴിയുമ്പോഴേക്കും പിന്നെ അവൻ നിന്ന് പോകുമ്പോൾ ആളത് പറയും. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിരുന്നു ആള്. നല്ല രീതിയിൽ വർക്കൗട്ടായി. അവൻ ഭയങ്കര സന്തോഷമായിരുന്നു എന്ന് പറഞ്ഞു അന്നത്തെ ദിവസം. അപ്പൊ നിങ്ങൾക്ക് അതുകൊണ്ട് നമുക്ക് നമ്മുടെ മുന്നിൽ വരുന്ന കുട്ടികള് പലപ്പോഴും ചില സമയത്ത് നമുക്ക് ചലഞ്ചിങ് ആയി മാറാൻ ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മെറ്റീരിയൽസ് ഉണ്ടായിരിക്കണം. ആ ഒരു ടീച്ചിങ് എയ്ഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പ്രത്യേകിച്ചും ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ. വലിയ കുട്ടികളുടെ നോ പ്രോബ്ലം.
ചെറിയ കുട്ടികളുടെ കാര്യത്തിൽ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നെ അസസ്മെന്റ് ടൂൾ റെഡിയാക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഒരു നോട്ട്ബുക്കിന്റെ 4 പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഇന്നലെ പറഞ്ഞു. എക്സാം കഴിഞ്ഞിട്ട് മതി. അത് നമ്മളുടെ ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ടാണ്. നമ്മൾ പഠിപ്പിക്കാൻ പോകുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ചലഞ്ചസ് വരുമ്പോൾ നമുക്ക് നല്ല പോലെ കുട്ടിയെ ഒബ്സർവ് ചെയ്ത് സ്റ്റഡി ചെയ്ത് നമുക്ക് അവരെ ഗൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഗൈഡ് ചെയ്യാം, നമുക്ക് ഇന്റർവെൻഷൻ നടത്താൻ പറ്റുമെങ്കിൽ ഇന്റർവെൻഷൻ നടത്താം. അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മൾ ഇതിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ മാത്സിൽ കുറെ ഷേപ്സ് ഉണ്ടല്ലേ. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ തന്നെ നമ്മൾ പലതും കണ്ടിട്ടുണ്ടാവും. പോളിഗൺസിന്റെ നമ്പർ ഓഫ് സൈഡ്സ് മാറുന്നതിനനുസരിച്ച് ഓരോന്നിനും ഓരോ പേര്. ഇവിടെ മോണ്ടിസോറി എൻവയോൺമെന്റിലെ കുട്ടികൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഈ ഷേപ്സ് കാണുമ്പോൾ അവർ നേച്ചറുമായിട്ട് കണക്ട് ചെയ്യും. അതാണ് വേണ്ടത്. എന്നിട്ട് അവർക്ക് വലിയൊരു ലിസ്റ്റ് ഉണ്ടാവും. ഓരോ ഷേപ്പിനനുസരിച്ചും അവര് ചുറ്റും കാണുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് ഒരു ലിസ്റ്റ് അവരുടെ കയ്യിൽ തന്നെ കാണും. ഇപ്പൊ സ്ഫിയർ കൊടുക്കുമ്പോൾ അവർക്ക് പറയാൻ ഇഷ്ടം പോലെ ഉണ്ടാവും. നമ്മുടെ മനസ്സിൽ 2 or 3 വന്നാലും പക്ഷെ ഇവർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ടാവും. കാരണം അത്രയും ഒബ്സർവേഷൻ ആണ് ഇവരെപ്പോഴും നേച്ചറുമായിട്ട് കണക്റ്റഡ് ആവും. സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്താണ് ഇവർ വളരുന്നത്. ഓക്കെ, ഇവിടെ കുറെ ഡെമോൺസ്ട്രേഷൻ അങ്ങനെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മളുടെ മക്കളെ കൊണ്ട് കാണിക്കുവാണെങ്കിൽ നല്ലതാണ്. ഇതുപോലെ ഷേപ്സ് ഒക്കെ അവരെ കൊണ്ട് വരപ്പിക്കാം. ഇപ്പൊ ട്രയാങ്കിൾ നമ്മൾ ഉണ്ടാക്കിയ ഒരു മോഡല് കാണിച്ചിട്ട് ഇതുപോലെ വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ ട്രേസ് ചെയ്ത് വരപ്പിക്കാൻ നോക്കാം. പോയിന്റ്സ് കൊടുത്തിട്ട് സർക്കിൾ വരയ്ക്കാൻ കൊടുക്കാം. വള കൊടുത്തിട്ട് സർക്കിൾ വരയ്ക്കാം. അങ്ങനെയൊക്കെ നമ്മളുടെ കുട്ടികളെ ഈ വെക്കേഷന് ചെയ്യിക്കുവാണെങ്കിൽ അവരും എൻഗേജ് ആവും. നമുക്ക് ഈ ഡെമോൺസ്ട്രേഷൻ ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. ഓക്കെ, സോ ഓക്കെ നെക്സ്റ്റ് പിന്നെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ ആദ്യമൊക്കെ പെൻസിൽസ് യൂസ് ചെയ്യാനായിട്ട് കൊടുക്കാം. ക്രയോൺസ്, പെൻസിൽസ്, കളർ പെൻസിൽ കൊടുക്കാം. പിന്നെ ക്രയോൺസ് ഒക്കെ വാങ്ങുമ്പോൾ വാക്സ് ക്രയോൺസിനേക്കാളും മറ്റേ ഓയിൽ പെൻസിൽസ് ഒക്കെ ആണെങ്കിൽ നമുക്കത് അതിനൊരു സ്ക്രിബർ പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, ഇങ്ങനെ ഉരച്ച് എക്സസ് വാക്സ് കളയുന്നത്. അപ്പം നല്ല ഫൈൻ ആയിട്ടിരിക്കും. പേപ്പറിൽ ഇങ്ങനെ സ്മഡ്ജ് ചെയ്തൊന്നും ഇരിക്കൊന്നുമില്ല, പൊങ്ങിയൊന്നും ഇരിക്കില്ല അതിന്റെ ആ വാക്സ്. അപ്പൊ അങ്ങനത്തെ ഒക്കെ വാങ്ങുവാണെങ്കിൽ നല്ല നീറ്റ് ആയിട്ട് പിക്ചേഴ്സ് ഇരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഇവരെ കൊണ്ട് ചെയ്യിക്കാനുള്ള ഡെമോൺസ്ട്രേഷൻസ് ആണ്. അപ്പൊ അതിൽ നിന്ന് അവരെങ്ങനെ കൺട്രോൾ ഓഫ് എറർ പഠിക്കുന്നു, എന്താണ് ആ ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ടുള്ള എയിം എന്താണ്, പിന്നെ ഏത് ഏജിലുള്ളവർക്കാണ്. നമുക്കറിയാം ഇപ്പൊ ഷോപ്പിലൊക്കെ പോകുമ്പോൾ പണ്ടത്തെ പോലെയല്ല ടോയ്സ് വാങ്ങാനായിട്ട്. ടോയ്സിൽ മാത്രമായിട്ട് ഇപ്പൊ ഷോപ്പുകൾ തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര ഡിമാൻഡുമാണ് അവർക്ക്. അവിടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടോയ്സ് ആയിരിക്കും ഉണ്ടാകുന്നത് ഓരോ ഏജിനും. പണ്ടൊക്കെ എന്ന് വെച്ചാൽ വാരി വലിച്ച് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. ചിലപ്പോൾ ആ ഒരു ഏജിലുള്ള കുട്ടിക്ക് അതിനോട് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടാവില്ലായിരിക്കും. അത് വെറുതെ അതെടുക്കും, കളയും, അല്ലെങ്കിൽ വലിച്ചെറിയും. അങ്ങനെ അപ്പൊ ഓരോ ഏജിനനുസരിച്ച് എന്ത് ആക്ടിവിറ്റി കൊടുക്കണം എന്നുള്ളതുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു എന്ത് ആക്ടിവിറ്റി ചെയ്താലും അതിന് ബൈ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ഏരിയയാണ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് കാണുമ്പോൾ വലിയ അട്രാക്ഷൻ ഒന്നും തോന്നിയില്ലെങ്കിൽ പോലും അതിന്റെ റിസൾട്ട് ഈവൻ നമ്മളുടെ ഓരോ ബാച്ചിലുള്ളവർക്കും അതിന്റെ റിസൾട്ട് അവർ നേരിട്ട് കണ്ടതാണ്. ഒട്ടും എഴുതാത്ത കുട്ടികള് നല്ലതുപോലെ എഴുതാൻ തുടങ്ങി. നമ്മൾ പണ്ട് കാലത്ത് മണ്ണിൽ എഴുതിപ്പിക്കുന്നതിന്റെ അതേ ഒരു പ്രോസസ് തന്നെയാണ് അവിടെ നടക്കുന്നത്. മണ്ണിൽ എഴുതാൻ ഇപ്പോഴും എനിക്കിവിടെ പറവൂര് ഒരു ദക്ഷിണ മൂകാംബിക ക്ഷേത്രം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മൂകാംബിക ക്ഷേത്രത്തിന്റെ ഒരു റിപ്ലിക്ക പോലെയുണ്ട്. കുളത്തിന്റെ നടുക്കാണ് കേട്ടോ ദേവി ഇരിക്കുന്നത്. അവിടെയാണ് ഈ വിദ്യാരംഭത്തിന്റെ സമയത്ത് ആളുകൾ എഴുതിക്കാനായിട്ട് കൊണ്ടുവരും. അപ്പോൾ ഈ അല്ലാത്ത സമയത്ത് അപ്പൊ ഭയങ്കര തിരക്കാണ്. അല്ലാത്ത സമയത്ത് നമ്മൾ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച ചെറിയ കുട്ടി തുടങ്ങി പ്രായമായ ആൾക്കാർ വരെ, നല്ല ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വരെ, ഞാൻ ഉൾപ്പെടെ അവിടെ അമ്പലത്തിന് ചുറ്റും മണ്ണിൽ നമുക്ക് എഴുതാം. എല്ലാവരും ഇരുന്ന് എഴുതുന്നതാണ്. അപ്പൊ അതൊരു ഇൻട്രസ്റ്റാ മണ്ണിൽ എഴുതാൻ. ഞാൻ അതിന്റെ റിലീജിയസ് ഇമ്പോർട്ടൻസ് അല്ല പറഞ്ഞത്, മണ്ണിൽ എഴുതുക എന്നുള്ളത് വളരെ താല്പര്യമാണ്. കുഞ്ഞുകുട്ടികൾ ഇച്ചിരി വലുതാകുമ്പോൾ പുറത്ത് കളിക്കാൻ വിടുമ്പോൾ ഇപ്പൊ എല്ലാം ടൈൽസ് വെച്ച് മൂടിയത് കാരണം ആ ഒരു ഓപ്ഷൻ പാവം കുട്ടികൾക്കില്ല. കളിക്കാനൊക്കെ വരുമ്പോൾ മണ്ണിൽ ഇങ്ങനെ അവർ വരച്ചുകൊണ്ടിരിക്കണം കാണാം. ഒന്നുമില്ലെങ്കിൽ ഒരു കോലെടുത്ത് വരയ്ക്കും, കുറച്ച് കഴിയുമ്പോൾ വിരലും കൊണ്ട് വരയ്ക്കാൻ തുടങ്ങും. അകത്തിന്റെ ഉള്ളിലൊക്കെ മണ്ണ് കയറുന്നു പറഞ്ഞ് നമ്മൾ വഴക്ക് പറയും. പക്ഷെ അത് നല്ലൊരു പ്രാക്ടീസ് ആണ്. മണ്ണിൽ എഴുതട്ടെ. മണ്ണിൽ എഴുതിയിരിക്കുമ്പോഴേക്കും ഞാൻ ട്രെയിനിങ്ങിന് എന്നപ്പോഴേ ഒരു കൊച്ചിന് ആയൊക്കെ എഴുതും പുള്ളി, ചാ മാത്രം എഴുതൂല. ചായ എഴുതുമ്പോ പാ പോലെ ആയി പോവും. എന്നിട്ട് ടീച്ചർമാരൊക്കെ കൊറേ നോക്കിട്ടോ, എന്നിട്ട് നടക്കല്ല.
അപ്പൊ ഈ എന്റെ അനിയനെ ചെറുപ്പത്തിൽ ആ എഴുതാൻ മടിയായിരുന്നു അംഗൻവാടിയിലൊക്കെ വിട്ട ടൈമില്. അപ്പൊ ഉമ്മ ഇങ്ങനെ മണലിൽ എഴുതിക്കണ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോ കുറച്ച് മണലും കൊണ്ടുപോയിട്ട് ഒരു കാർഡ് ബോർഡിൽ മണലിട്ടിട്ട് അതിനകത്ത് ചായ എഴുതിച്ചു. ആദ്യം ഒരു തവണ കൈ പിടിച്ച് എഴുതിച്ചു. പിന്നെ ആയപ്പോ പുള്ളിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് പുള്ളി എല്ലാ അക്ഷരം അതിനകത്ത് തന്നെ എഴുതുക. അങ്ങനെ ചാ തെളിഞ്ഞു വന്നു. ഇപ്പൊ ഒരു കുഴപ്പമില്ല, അടിപൊളിയായിട്ട് എഴുതുന്നുണ്ട്. ഇന്നാള് ടീച്ചറിനെ കണ്ടപ്പോ പറഞ്ഞു അവൻ ചാ പഠിച്ചു കിട്ടോന്ന്. വെരി ഗുഡ്, നന്നായി. ഓക്കെ, ആൽഫബറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 26 കാർഡ്സ് ആണ്. അറ്റ്ലീസ്റ്റ് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എങ്കിലും എഴുതുക. പക്ഷെ വൈവ നടത്തിയപ്പോഴുണ്ടല്ലോ നല്ല ഭംഗിയായിട്ട് സ്മോൾ ലെറ്റർ ഒക്കെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. ചോദിച്ചപ്പോ പറയുന്നത് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല ഭംഗിയായിട്ട് സ്മോൾ ലെറ്റേഴ്സ്. ഞാൻ സ്മോൾ ലെറ്റർ അങ്ങനെ ആരോടും നിർബന്ധം പറഞ്ഞില്ല, കാരണം അതിന് കുറെ കേർവ് ഒക്കെ ഉണ്ടല്ലോ. മറ്റേതുപോലെ സ്ലാൻഡിങ് ലൈൻസും സ്ട്രേറ്റ് ലൈൻസും ഒന്നും അല്ലല്ലോ ക്യാപിറ്റൽ ലെറ്ററിനെ പോലെ വരുന്നത്. അതാകുമ്പോൾ കട്ട് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇതിങ്ങനെ വളഞ്ഞൊക്കെയല്ലേ വരുന്നത്. അത് ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യുന്നു. നല്ല ഭംഗിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമുക്കിവിടെ ആൽഫബറ്റ്സിൽ നമുക്ക് 26 ലെറ്റേഴ്സിനെ ആൽഫബറ്റ്സിൽ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് അല്ലെ. കൺസണൻസ് അതുപോലെ തന്നെ വൊവൽസ്. ഓക്കെ, അപ്പൊ ഇതിനെ രണ്ടിനെയും ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് ലെക്ചർ ക്ലാസ് എടുക്കേണ്ട കാര്യമില്ല. രണ്ടും രണ്ട് കളറിലാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വൊവൽസ് ബ്ലൂ കാർഡ്സിലും അതുപോലെ തന്നെ കൺസണൻസ് റെഡ് കാർഡ്സിലും ഒരു ട്രീയില്. അത് ഒരു മാറ്റ്. നമ്മളുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന മെറ്റീരിയൽസിൽ കളർ തിരിച്ചാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതായത് ഒന്ന് ബ്ലൂവും ഒന്ന് റെഡും. എന്തായാലും അങ്ങനെ വരുമ്പോൾ അത് മനസ്സിലാവും. പിന്നെ ആ ആൽഫബറ്റ്സ് വെച്ചിട്ട് മൂവബിൾ ആൽഫബറ്റ്സ് എന്നാണ്. ഒരു ടീച്ചർ ബോർഡിൽ എഴുതുമ്പോൾ കുട്ടിക്ക് അത് കാണാനേ പറ്റുള്ളൂ അല്ലെ. അത് കണ്ടു ആ ലെറ്റർ, ടീച്ചർ മാച്ചു കഴിഞ്ഞാൽ അത് പോയി. അതേസമയം നമുക്ക് അതിന്റെ ചെറിയ ചെറിയ കാർഡ്സ് ഉണ്ടെങ്കിൽ അവർക്ക് അത് കയ്യിലെടുക്കാം. അത് അറേഞ്ച് ചെയ്ത് സ്വന്തം പേരുണ്ടാക്കാം, സ്കൂളിന്റെ പേരുണ്ടാക്കാം, അമ്മയുടെ പേര്, അച്ഛന്റെ പേര്, സിബ്ലിങ്സ്, സിസ്റ്റർ, ബ്രദർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ പേര്. അത് അവരൊരു ഗെയിം ആയിട്ട് ചെയ്യും. അങ്ങനെയാണ് അവർ വേർഡ്സ് ഉണ്ടാക്കാൻ പഠിക്കുന്നത്. പിന്നെ അവരത് സെന്റൻസ് മേക്കിങ്ങിലേക്ക് കടക്കും. ഓക്കെ, നമ്മുടെ ട്രെയിനീസ് എല്ലാം വന്നിട്ട് ചെയ്തൊരു ആക്ടിവിറ്റി ആയിരുന്നു. കാർഡ്സ് വെച്ചിട്ട് അവരുടെ പേര് എഴുതുക, അല്ലെങ്കിൽ അവരുടെ ബാച്ച് ഏതാണെന്ന് എഴുതുക. അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ അവർ ചെയ്തു. ഒന്നും നമ്മൾ പറഞ്ഞൊന്നും കൊടുത്തില്ല, പക്ഷെ അവരങ്ങനെ ചെയ്ത് അങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ 26 കമ്പാർട്ട്മെന്റ്സ് ആയിട്ടാണ് നമ്മുടെ മൂവബിൾ ആൽഫബറ്റ്സിന്റെ ഒരു ബോക്സ് ഇരിക്കുന്നത്, ഒരു ട്രേ പോലെ. ഓരോ കമ്പാർട്ട്മെന്റിലും ഓരോ ലെറ്റേഴ്സ് ആണ്. അപ്പോ എ എന്നുള്ള ലെറ്റർ അത് കുറെ ഉണ്ട്, 10 എണ്ണം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ഒരു സെറ്റ് അല്ല, നമുക്ക് ഒറ്റ ഇതല്ല അതിനകത്തുള്ളത്. അപ്പോ 10 പേർക്ക് എ എന്നുള്ള ലെറ്റർ കിട്ടും. അതുപോലെ എല്ലാ ലെറ്റേഴ്സും അങ്ങനെ 26 കമ്പാർട്ട്മെന്റ്സിലാണ് അത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ വേർഡ് റീഡിങ്, വേർഡ് ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആദ്യമൊക്കെ അവരെ സിമ്പിൾ വേർഡ്സ് 3 ലെറ്റർ വരുന്ന, അവർക്ക് കോമൺ ആയിട്ടുള്ള ചില വേർഡുകൾ ഉണ്ടാവുമല്ലോ. ക്യാറ്റ്, ബോയ്, ബോൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഉള്ള അങ്ങനെയുള്ളതൊക്കെ ആദ്യം പറയുമ്പോഴേക്കും അവർ അതിനനുസരിച്ച് ചെയ്യും. ഇനി ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരുമ്പോഴേക്കും നമ്മൾ അതിനനുസരിച്ച് അവർക്ക് അത് പറഞ്ഞു കൊടുക്കും. ഫോണറ്റിക് സൗണ്ട് യൂസ് ചെയ്തിട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ ബോൾ അല്ല ക്യാറ്റ്, CAT എന്ന് വെച്ചു. ഇപ്പൊ സിയും ടിയും ഒരേ കളറിലായിരിക്കും കൺസണൻസ്, എ വേറെ കളറ്. അടുത്ത ഒരു വേർഡ് വരും, അതും വെച്ച് കഴിയുമ്പോഴേക്കും വവൽസ് എല്ലാം ഒരേ കളറിൽ വരുമ്പോൾ ആ ഒരു കൺസെപ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ പല രീതിയിലെ ലാംഗ്വേജിന്റെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. ഇവിടെ ഓരോ രീതി പറയുന്നുണ്ട്. പിന്നെ ഫസ്റ്റ് പീരീഡ്, സെക്കൻഡ് പീരീഡ്, ഇതൊക്കെ നമ്മുടെ മക്കളെ കൊണ്ട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തു കൊടുക്കാം. ഏജ് കൊടുത്തിട്ടുണ്ട്, ലാംഗ്വേജ് ഗെയിം, അങ്ങനെ ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കാലോ. നമ്മളിപ്പോ പ്രാക്ടിക്കൽ സെഷന് വരുമ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കൊണ്ട് അതിന്റെ പ്രിൻസിപ്പിൾസ് എങ്ങനെ അത് ചെയ്യാൻ പറ്റും, എന്ത് കുട്ടികൾ മനസ്സിലാക്കും, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. പക്ഷെ സെയിം മെറ്റീരിയൽസ് വെച്ചിട്ട് പല രീതിയിലുള്ള ആക്ടിവിറ്റീസ് നമുക്ക് തന്നെ വേണമെങ്കിൽ ഡിസൈൻ ചെയ്യാം. അല്ലാണ്ട് ഈ പറയുന്നത് തന്നെ ചെയ്യിക്കണം എന്നില്ല. നമുക്ക് രസമായിട്ട് തോന്നുന്നതും അല്ലെങ്കിൽ കുട്ടികൾ തന്നെ ചിലപ്പോൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ വേർഡ് ചെയ്തു, സെന്റൻസ് ആയി, അങ്ങനെ 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 ആ രീതിയിൽ അവര് തുടങ്ങും. പിന്നെ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ചെയ്യിക്കാം. ഈ അത് പറഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ പറയുവാണ്. വേർഡ്സ് വെച്ചിട്ട് ഇപ്പൊ ക്യാറ്റിന്റെ ഒപ്പണന്റ് ആരാണ്, റാറ്റ്, അങ്ങനെ മാച്ച് ചെയ്യിക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ചുകൂടെയൊക്കെ ആയി പഠിച്ചു കഴിയുമ്പോഴേക്കും ഇപ്പോ കിഡും പാരന്റും അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ ഡോഗ്, പപ്പി, അങ്ങനെ പഠിപ്പിക്കാം. പിന്നെ അതുപോലെ തന്നെ അവരുടെ ഷെൽട്ടർ, ഡോഗ്,
കെനൽ അങ്ങനെ ചെയ്യിക്കാം. അങ്ങനെ ആ രീതിയിൽ അങ്ങനെ പല രീതിയിലും നമുക്ക് ലാംഗ്വേജ് അവർക്ക് ഇംപ്രൂവ് ചെയ്യിക്കാം. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, കുറച്ച് കാര്യങ്ങളുടെ ഇപ്പൊ ഞാനത് സ്ക്രോൾ ചെയ്യുന്നില്ല, ഞാൻ ഓവറോൾ ഒന്ന് പറഞ്ഞു പോവാം. നമുക്ക് അഡീഷൻ സബ്ട്രാക്ഷൻ നിങ്ങൾ ബോർഡ് കണ്ടിട്ടുണ്ടാകും, അതിൽ നമുക്ക് സ്ട്രിപ്സ് ആണ്. ഓക്കെ, അഡീഷനും സബ്ട്രാക്ഷനും സ്ട്രിപ്പ് ബോർഡ്സ് ആണ്. രണ്ടും കണ്ടാൽ ഒരുപോലെ ഇരിക്കും, ഒരു ചെറിയ ഡിഫറൻസേ ഉള്ളൂ. അതെന്താണത്? സബ്ട്രാക്ഷന്റെ അവിടെ 9th എന്നാണ് ബ്ലൂ ലൈൻ വരുന്നത്. ഡിഫറൻസ്. പിന്നെ സബ്ട്രാക്ഷൻ ബോർഡിന് അഡീഷണൽ ആയിട്ട് എന്താ ഉള്ളത്? മേളിലായിട്ട് ഒരു ഇതുണ്ട്, എന്തുട്ട് ഗ്രേ കളർ 18 സ്ട്രിപ്സ് ഉണ്ട്. ഓക്കെ, ഇനി ചെയ്യുമ്പോ അത് മനസ്സിലാവും. പിന്നെ അതിന് പറഞ്ഞ സ്ട്രിപ്സ് എന്നാണോ? പേരറിയില്ല അതിന്റെ. സ്ട്രിപ്സ് ആണ്. നമുക്ക് ബ്ലൂ സ്ട്രിപ്പ്, റെഡ് സ്ട്രിപ്പ് ഉണ്ട്. ഇത് കൂടാതെ സബ്ട്രാക്ഷൻ വരുന്നത് അഡീഷണൽ ആയിട്ട് വരുന്ന സ്ട്രിപ്പ് അതാണ്. ഓക്കെ, അവിടെ മെയിൻ റോള് ആ സ്ട്രിപ്പിനാണ് സബ്ട്രാക്ഷന്റെ. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ വരുമ്പോ അതിനകത്ത് ബീഡ്സും ഉണ്ട്. മറ്റേ ചെസ് ബോർഡിലെ ആളിനെ പോലെ എന്താ സ്കിറ്റിലോ എന്തോ ഒരു പേര് മാം പറഞ്ഞു തന്നിരുന്നോ? പേരെന്റെ മൈൻഡിൽ നിന്ന് പോയി. സ്കിറ്റിൽ അങ്ങനെ എന്തോ ആണ് അതിന്റെ പേരെന്ന് തോന്നുന്നു. അത് ക്ലാസ്സിൽ വരുമ്പോ ഞാൻ പറയാം, നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. സ്കിറ്റിലോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. ആ ഒരു ഈ ചെസ് ബോർഡിലെ മനുഷ്യനെ പോലെ തന്നെ ഷേപ്പുള്ള ഒരു സാധനം. അങ്ങനെ ബോർഡുകൾ 4 എണ്ണമാണ്. പിന്നെ അതിന്റെ സ്ട്രിപ്പ് ചാർട്ട് അത് ഞാൻ എന്റെ റെക്കോർഡ് കൊണ്ടുവരുമ്പോൾ ഞാനത് കാണിച്ചു തരാം. സ്ട്രിപ്പ് ചാർട്ട് എങ്ങനെയാന്നുള്ളത് അത് നമുക്ക് വേണമെങ്കിൽ ചാർട്ട് പേപ്പറിൽ വരയ്ക്കാം. ഡൗൺലോഡ് ചെയ്തിട്ട് ചാർട്ട് പേപ്പറിൽ നമുക്ക് തന്നെ വരയ്ക്കാവുന്നതാണ്. കാരണം ചാർട്ട് പേപ്പറിൽ കോളംസ്, കുട്ടികളുടെ മാത്സിന്റെ ചെക്ക് ബുക്ക് പോലെ ഇങ്ങനെ കോളംസ് വരച്ചിട്ട് നമ്പേഴ്സ് അതിനകത്ത് പല ഓർഡറിൽ എഴുതുക. അഡീഷണൽ സെപ്പറേറ്റ് ആയിരിക്കും, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അതിനൊക്കെ സെപ്പറേറ്റ് രീതിയിലാണ് നമ്പർ എഴുതുന്നത്. അങ്ങനെ ആ രീതിയിൽ നിങ്ങൾക്ക് ചാർട്ട്, അതൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് പിന്നീട് കുട്ടികളെ പഠിപ്പിക്കാൻ എളുപ്പമായിരിക്കും. ആ രീതിയിൽ ചാർട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. ബോർഡ് വാങ്ങിക്കാനാണ് നമ്മളെ കൊണ്ട് പറ്റാത്തത്, കോസ്റ്റ്ലി ആണ്. പക്ഷെ ഒരു ചാർട്ട് പേപ്പറിൽ ഇത് വരച്ചുണ്ടാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടില്ല. ബ്ലൂ, റെഡ് ആ ഒരു ചാർട്ട് പേപ്പറിൽ മാർക്ക് ചെയ്യുന്ന മാർക്കർ പെൻ വാങ്ങിച്ചാൽ മതിയല്ലോ. കൂടുതൽ ആ ചാർട്ട് ഒരു വൈറ്റ് ചാർട്ട് പേപ്പർ ആയിരിക്കും നല്ലത്. വൈറ്റ് ചാർട്ട് പേപ്പർ വാങ്ങുക, ബ്ലൂവും റെഡും മാർക്കർ പെൻ വാങ്ങുക. നമുക്ക് ഈസി ആയിട്ട് ചാർട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. അഡീഷനും ഈ ഓപ്പറേഷൻസിന്റെ ചാർട്ട്സ്. പിന്നെ അതിനകത്ത് അത്രയൊക്കെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. പിന്നെ ഫ്രാക്ഷൻ നമുക്കില്ല, പക്ഷെ നമുക്കറിയാം ഫ്രാക്ഷൻ ജയിച്ചാൽ നമ്മൾ കൂടുതലും നമ്മൾ ലൈഫിൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഫ്രാക്ഷൻ വരുന്നത് കേക്ക് കട്ട് ചെയ്യുന്നില്ല അല്ലെ? കേക്ക് കട്ട് ചെയ്യുന്നത് പല പല ഫ്രാക്ഷൻസ് ആയിട്ട് കേക്ക് കട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ കുട്ടികൾക്ക് അത് മനസ്സിലാവും. ഈക്വൽ പാർട്സ് ആക്കുന്നു, ഈക്വൽ ആയിട്ട് ഫ്രാക്ഷൻ ചെയ്യുമ്പോൾ അവർക്ക് ആ ഒരു സോഷ്യൽ വാല്യൂ അവരുടെ ഉള്ളിൽ വരുവാണ്. ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഞാനത് ഈക്വൽ ആയിട്ട് കട്ട് ചെയ്യും. അതൊക്കെയാണ് അവർക്ക് അതിലൂടെ കിട്ടുന്നത്. നമ്മളെപ്പോഴെങ്കിലും ചെറിയ ക്ലാസ്സിൽ ഫ്രാക്ഷൻ പഠിച്ചപ്പോൾ ഈ ഒരു വാല്യൂ നമ്മുടെ ഉള്ളിലേക്ക് എത്രത്തോളം കയറിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. മാത്തമാറ്റിക്കൽ ഏരിയ അത് വരും. പിന്നെ കൾച്ചറൽ ഏരിയ, സയൻസ് ഏരിയ എന്നൊക്കെ പറയുന്നത് അത് നമുക്ക് എന്താ പറയാ ഡെമോ ചെയ്യാനേ പറ്റുള്ളൂ. അതായത് ഒരു സ്കൂളിൽ അങ്ങനെയുള്ള ഏരിയയില് മാപ്പ് ഉണ്ടാകും, ഗ്ലോബ്, അറ്റ്ലസ്, വേൾഡ് മാപ്പ്, ഇന്ത്യയുടെ മാപ്പ്, കേരളത്തിന്റെ മാപ്പ്, കലണ്ടർ, പിന്നെ അതുപോലെ തന്നെ ആനിമൽസിന്റെ പിക്ചേഴ്സ്. പിന്നെ ചില മോണ്ടിസോറി സ്കൂളുകളിൽ പെറ്റ് ഉണ്ടാകും. പിന്നെ ഗാർഡൻ, അത് വെജിറ്റബിൾ ഗാർഡൻ ഉണ്ടാകും, ഫ്ലവേഴ്സ് ഉള്ള ഗാർഡൻ ഉണ്ടാകും. പിന്നെ വാട്ടർ പൂൾ ഏരിയ, വെള്ളത്തിൽ കളിക്കാനുള്ള പൂള്. ഞാൻ പോയിരുന്ന മോണ്ടിസോറി സ്കൂളില് സേഫ്റ്റിയുടെ ഒരു ഇത് കാരണം വെള്ളം എന്ന് പറയുമ്പോൾ ഡേഞ്ചറാണ്, പല ഏരിയയും ഡേഞ്ചറാണ്. അവിടെയാണ് ഫെസിലിറ്റേറ്ററുടെ റെസ്പോൺസിബിലിറ്റി. നമ്മൾ നല്ലപോലെ ഒബ്സർവ് ചെയ്യണം. കുട്ടിയെ ഫ്രീ ആക്കി വിടുന്നുണ്ടെങ്കിലും നമ്മളുടെ നല്ല കെയർ വേണം. അതാണ് വ്യത്യാസം. കാരണം എല്ലാ രീതിയിലുള്ള ഫ്രീഡം അവർക്ക് അവൈലബിൾ ആണ്. ഏത് സമയത്തും അവരിയ്ക്കുന്ന ഏരിയയിൽ നിന്ന് അവർക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതുപോലെയാണ് വരാന്തയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോ ഡേഞ്ചർ എന്നുള്ള കാര്യം വരും. അപ്പൊ അത് ശ്രദ്ധിക്കണം. ഗ്ലാസ് ബോട്ടിൽസ്, ഗ്ലാസ് ബൗളൊക്കെ ഇവര് തന്നെ എടുത്തുകൊണ്ട് പോകുന്നത്. അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാകാം. പക്ഷെ നമ്മൾ അവരെ തടയുന്നില്ല. നിങ്ങൾ എടുത്താൽ പൊട്ടുന്നുള്ള രീതിയിൽ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പോലും അവരോട് പറയാൻ പാടില്ല. പക്ഷെ അവർക്ക് അറിയാം ഹാൻഡിൽ വിത്ത് കെയർ എന്നുള്ളത് അവരുടെ ഉള്ളിൽ കുഞ്ഞിലേ കയറുമ്പോൾ അവർ ശ്രദ്ധിക്കും. ഓക്കെ, അപ്പൊ അങ്ങനെ അവിടുത്തെ വാട്ടർ പൂൾ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങില്ലേ, പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവം എയർ നിറച്ചിട്ടുള്ളത്.
അതിനകത്ത് വാട്ടർ ഫില്ല് ചെയ്യണത്, അതാകുമ്പോൾ അപകടമില്ല. അങ്ങനെയായിരുന്നു ഞാൻ പോയ സ്കൂളിലുണ്ടായിരുന്ന വാട്ടർ പൂൾ ഏരിയ. പക്ഷെ ഞങ്ങൾ അവിടെ കുട്ടികളെ കൊണ്ട് ചെടി നനയ്ക്കും, അവരെ കൊണ്ട് തന്നെ കുഴി കുഴിപ്പിച്ച് അങ്ങനെ മണ്ണിൽ കുറച്ച് നടത്തും, ചെരുപ്പൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യിക്കും. ആ രീതിയിലുള്ള ഒരു ജാപ്പനീസ് ടെക്നോളജി തന്നെയായിരുന്നു അവിടുത്തെ ഒരു മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷെ എന്ത് പറയും, ആ സ്കൂള് ക്ലോസ്ഡ് ആയി. അതിപ്പോ വെറുതെ ഇങ്ങനെ കാട് കയറി കിടക്കുക. സാറിന്റെ വൈഫ് ചൈനക്കാരിയായിരുന്നു, 2 കുട്ടികളുണ്ട്, അവര് സിംഗപ്പൂരാണ്. സാർ ഒരു പ്രൊഫസറാണ് കേട്ടോ. സാറ് വിട്ടിട്ട് പോയി എന്നാണ് ഞാൻ അറിഞ്ഞത്. പോകുന്നതിന് മുമ്പ് എന്നോട് ചോദിച്ചു, ഓക്കെ ടേക്ക് കെയർ ചെയ്യാമോ, നോക്കാമോ, എനിക്ക് പേടി. ഇപ്പോഴാണല്ലോ ഞാനായിരുന്നെങ്കിൽ ഞാനത് ഏറ്റെടുത്തേനെ. എനിക്ക് അതിനുള്ളൊരു ധൈര്യം ഇല്ലായിരുന്നു. ജസ്റ്റ് നമ്മൾ പഠിച്ചിറങ്ങിയല്ലേ ഉള്ളൂ. അവര് നാട്ടിലും ഇല്ല, നമുക്കും എന്തെങ്കിലും എല്ലാം നമ്മൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരില്ലേ. അത് കാരണം എനിക്ക് അതൊരു ടെൻഷനായിരുന്നു. അതുകൊണ്ടാണ് അന്ന് ഏറ്റെടുക്കാറ്. പക്ഷെ ഇപ്പോഴാണ് ഡെഫിനറ്റ്ലി ഞാനത് മുന്നോട്ട് കൊണ്ടുപോയത്. ഓക്കെ, അപ്പൊ അങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു രീതി. കുട്ടികൾ ഞാൻ അന്ന് നട്ട ചെടികളൊക്കെ എന്തായെന്തോ, നല്ല തണൽ കിട്ടുന്ന ചെടി, പിന്നെ തുളസി, അതൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ പൂ ഉണ്ടാവുന്നതും, മാവ് നട്ടു ഞങ്ങള്, ഒക്കെ ചെയ്തിരുന്നു. എല്ലാം കുട്ടികളാ ചെയ്തത്, നമ്മളായിട്ടൊന്നും ചെയ്തില്ല. കുട്ടികളെ കൊണ്ട് തന്നെയാണ് എല്ലാം ചെയ്യിച്ചത്. ഓക്കെ, അപ്പൊ ഒരു കാര്യം. കൾച്ചറൽ ഏരിയ എന്നൊക്കെ പറയുന്നത്, പിന്നെ മ്യൂസിക് ഏരിയ ഉണ്ടാവും. അവിടെ ട്രംപറ്റ് ഉണ്ടായിരുന്നു, പിന്നെ വലിയ ഇങ്ങനെ എന്താ പേര്, ക്യാരനെട്ടോ, ഇങ്ങനെ ഭയങ്കര ശബ്ദം വരുന്നത്. അങ്ങനെ സെൽഫോൺ ആണ് കൂടുതലായിട്ടും മോണ്ടിസോറി ഏരിയയിൽ ഉണ്ടാകുന്നത്. കാരണം അതിനാകുമ്പോൾ സോഫ്റ്റ് മ്യൂസിക്കാണ്. ട്രംപറ്റിന്റെ ഒക്കെ പ്രശ്നം ജാസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ സാറിന്റെ മക്കള് വന്നു കഴിഞ്ഞാൽ അവരെപ്പോഴും മ്യൂസിക് ഏരിയയിലായിരിക്കും. അവരിങ്ങനെ അതിങ്ങനെ കിടന്ന് അടിച്ചുകൊണ്ടേ ഇരിക്കും, ഭയങ്കര ശബ്ദം. അപ്പൊ നമുക്ക് ശരിക്കും അത് കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും. കുട്ടികളും ഡീവിയേറ്റഡ് ആയി പോകും ആ ശബ്ദം കേൾക്കുമ്പോൾ. കുറെ കഴിയുമ്പോഴേക്കും സാർ അവരോട് പറയും, ഇനി മതി, ഇനി നിങ്ങൾ വേറെ എന്തെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ പുറത്ത് പോയി ചെയ്യാൻ പറയും. അങ്ങനെ അവർ ആ ഇൻസ്ട്രുമെന്റ് എടുത്ത് പുറത്തേക്ക് പോയിട്ട് ചെയ്യും. അപ്പൊ അത്രയ്ക്കും നമുക്ക് അകത്തിരുന്ന് ചെയ്യുമ്പോൾ ഭയങ്കര എക്കോ ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ പിന്നെ അവിടുത്തെ ടോയ്ലറ്റ്സ് ഒക്കെ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു. നല്ല രസമായിരുന്നു അവിടെ ടോയ്ലറ്റ്. ഇപ്പൊ കുട്ടി തന്നെ ടോയ്ലറ്റിൽ പോകും, നമ്മള് എസ്കോർട്ട് പോകേണ്ട ആവശ്യമേ ഇല്ല. അവർക്കറിയാം എങ്ങനെ അത് യൂസ് ചെയ്യണം, അങ്ങനെ എല്ലാം അറിയാം കുട്ടികൾക്ക്. അപ്പൊ അങ്ങനത്തെ ഒരു രീതിയായിരുന്നു. പിന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുന്ന ഏരിയ ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഷെയ്ഡുള്ള മരങ്ങള് പുറത്തായിരിക്കുന്നത്, അവിടെ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ട് നമുക്ക് ഇരിക്കാനായിട്ട്. ഇങ്ങനെ 6 ആഗ് പോലെയൊക്കെ ഇങ്ങനെ കർവ്ഡ് ആയിട്ടൊക്കെ കെട്ടിയിട്ടുണ്ട്, റൗണ്ട് ആയിട്ടുണ്ട്. അങ്ങനെ ഇരുന്നിട്ട് എല്ലാവരും കൂടി ഇന്ന് ഭക്ഷണം കഴിക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ല രസമായിരുന്നു. നമ്മള് തൊടുക വേണ്ട, ലഞ്ച് ബോക്സിൽ ഒന്നിനും തൊടണം, നമ്മൾ നോക്കിയാൽ മതി കഴിക്കുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെയൊക്കെ നോക്കിയാൽ മതി. വേറെ ചെയ്യണം, അവര് തന്നെ ഓപ്പൺ ചെയ്ത് അവര് തന്നെ അവരുടെ വാട്ടർ ബോട്ടിൽ എടുത്തുകൊണ്ട് വന്ന് അവരുടെ ടവൽസ് എല്ലാം തന്നെ വിരിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്ക് നമ്മള് വീട്ടില് നമ്മുടെ മക്കളെ നമുക്ക് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിരുന്നെങ്കിൽ ആദ്യം തുടങ്ങി എന്നുള്ള രീതിയിൽ ആലോചിച്ച് കഴിഞ്ഞിട്ട് ഡെഫിനറ്റ്ലി നല്ല ചേഞ്ചസ് വരും. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരുന്നു അവിടെ. അപ്പൊ കൾച്ചറൽ ഏരിയയിൽ ഇതൊക്കെയാണ് വരുന്നത്. സയൻസ്, ജോഗ്രഫിക് ഏരിയ, അപ്പൊ നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ പിക്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൾച്ചറൽ ഏരിയ, സയൻസ് ഏരിയയിലൊക്കെ വരുന്നത്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ, കിച്ചൺ, അവിടെയാണ് എല്ലാം പഠിക്കുന്നത്. ഡ്രസ്സിങ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനും പഠിക്കുന്നു. അതുപോലെ തന്നെ ലെമണേഡ് ഉണ്ടാക്കാൻ പഠിക്കുന്നു. ഓവൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കീസ് ഉണ്ടാക്കാൻ പഠിക്കുന്നു. വീട്ടിലൊരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവരോട് എങ്ങനെ, അതെല്ലാം അവരവിടെ പഠിക്കുക. അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി, ഭക്ഷണം നല്ല ഒരു ലെമണേഡ് ഉണ്ടാക്കാൻ ആ ഒരു കൊച്ചുകുട്ടിക്ക് പറ്റും. ഒരു രീതിയിലൊക്കെയുള്ള ട്രെയിനിങ് ഒക്കെ അവിടെ കിട്ടും. ലാംഗ്വേജ് ഏരിയ നമ്മൾ ഓൾറെഡി കുറെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ മാത്തമാറ്റിക്കൽ ഏരിയയിലെ ആക്ടിവിറ്റീസ് ഉണ്ട്. സെൻസോറിയൽ ഏരിയ നമ്മളുടെ 5 സെൻസസ്, ഓരോ സെൻസിനും കറസ്പോണ്ടിങ് ആയിട്ട് നമ്മുടെ ഓർഗൻസ് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ ഓരോരോ സെഷന് ഓരോരോ കാര്യങ്ങൾ ആ ഒരു രീതിയിൽ പോകും. അങ്ങനെ ഇത്രയൊക്കെയാണ് ശരിക്കും നമ്മളുടെ എല്ലാ ഏരിയയിലും വരുന്നത്. പിന്നെ നിങ്ങളിപ്പം കുറെ മെറ്റീരിയൽസ് വെച്ച് നമ്മളിവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്തു. മേ ബി ഒരു മോണ്ടിസോറി സ്കൂളിൽ ഒരു ബാച്ചിലർ ഒരു കുട്ടി ടൈം കിഡ്സിൽ ഇപ്പൊ വർക്ക് ചെയ്യുന്നുണ്ട്. അവിടെ ടീച്ചിങ് പ്രാക്ടീസിന് പോയി അവിടെ തന്നെ 3ഓ 4ഓ ലെവൽ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞവരുടെ. അവരുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ആള് വരും, ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രിൻസിപ്പൾ ചെയ്തു, അത് കഴിഞ്ഞപ്പോ ആ റീജിയനിലെ ഹെഡ്, അങ്ങനെ ഇങ്ങനെയൊക്കെ വന്ന് പല രീതിയിലും അവിടെ ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ മോണ്ടിസോറി മെത്തേഡിലാണ് ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നതെങ്കിലും മെറ്റീരിയൽസ് എല്ലാം മോണ്ടിസോറി മെറ്റീരിയൽസ് അല്ല എന്ന് പറഞ്ഞു. പ്ലാസ്റ്റിക്കിന്റെ ടൈപ്പ് അങ്ങനത്തെയൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആണ്, നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. മെത്തേഡ് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ്. കുട്ടികൾക്ക് എല്ലാ ഫ്രീഡം കൊടുത്ത് അവരെ കൊണ്ട് ഓരോരോ ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നു. അങ്ങനെ ഓരോ ഡേയിലും ഓരോ രീതികളാണ് അവിടെ. ഓരോ ഡേയിലും ഹൈജീൻ, ഹെൽത്തി ഹാബിറ്റ്സ്, അങ്ങനെ ഗുഡ് മാനേഴ്സ്, അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെയൊക്കെ കുറെ രീതിയിലൊക്കെയുള്ള ആക്ടിവിറ്റീസ് ആണ്. അപ്പൊ നിങ്ങൾ ചെല്ലുന്ന സ്കൂളിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. ബട്ട് മെത്തേഡ് ഒരു
ഏറെക്കുറെ ആ മോണ്ടിസോറി മെത്തേഡിലൂടെ തന്നെയായിരിക്കും പോകുന്നത്. കുട്ടികൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ ഡീൽ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള രീതിയിലൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു എല്ലായിടത്തും ആയിട്ടുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നമുക്ക് നാളെയല്ലേ നമ്മള് റിവിഷൻ പറഞ്ഞിരിക്കുന്നത് രാത്രിയിലെ. അപ്പൊ അത് രാത്രി ശരിക്കും വൈവ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അത് വിളിച്ച് ക്യാൻസൽ ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് ആക്കാം. പിന്നെ വേറെന്താ, അപ്പൊ മാക്സിമം അറ്റൻഡ് ചെയ്യുക. കാരണം ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്താൽ പിന്നെ നിങ്ങൾക്ക് എക്സാമിന് പേടിക്കണ്ട. ഞാൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂലാണ് പറയുന്നത്. പിന്നെ നിങ്ങൾക്കും 5കാർക്കും ഒരുമിച്ചായിരിക്കും PGയുടെ എക്സാം. അപ്പൊ ഒരു കാര്യം ചെയ്യുക, നമുക്ക് PGയുടെ പ്രാക്ടിക്കലില് അസൈൻമെന്റ് അല്ലെങ്കിൽ സെമിനാർ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ സെമിനാർ ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ദിവസം മാമിനോട് ചോദിച്ചിട്ട് നമുക്ക് PGയുടെ ടൈം ടേബിൾ അനുസരിച്ച് PGയുടെ ടൈം ഉണ്ടല്ലോ ഉച്ചയ്ക്ക് 2:30 അത് വേണമെങ്കിൽ കണ്ടക്ട് ചെയ്യാം. ഇനി അത് അല്ല എങ്കിൽ ആ സെമിനാർ റിപ്പോർട്ടാക്കി വെക്കുക, അല്ലെങ്കിൽ അസൈൻമെന്റ് പോലെ എഴുതുക. ഇങ്ങനെയാണ് സെമിനാർ റിപ്പോർട്ടിന്റെ ഒരു രീതി. അസൈൻമെന്റ് വേറൊരു രീതിയാണല്ലോ. സെമിനാർ റിപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോഴേക്ക് ഇൻട്രൊഡക്ഷൻ അങ്ങനെ കാര്യങ്ങൾ, കൺക്ലൂഷൻ, ആ ഒരു രീതിയിൽ ഒരു സ്ട്രക്ചറിൽ ഫോർമാറ്റ് ചെയ്തിട്ടുണ്ടേ. അങ്ങനെയായിട്ട് എനിക്ക് പേഴ്സണലി ഒന്ന് അയച്ചാലും മതി. അപ്പൊ ഏതാണ് കംഫർട്ടബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഞാൻ ഇത്രയും പ്രിപ്പയർ ചെയ്തു, എനിക്ക് ക്ലാസ്സിൽ ഒന്ന് പ്രസന്റ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അതിന് വേണമെങ്കിൽ ചോദിച്ച് ക്ലാസ് വെക്കാം. അപ് ടു യു. പിന്നെ PGക്കും നിങ്ങൾക്ക് ഇന്നിപ്പോ PGയുടെ റിവിഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് വേണമെങ്കിൽ കയറാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഡിപ്ലോമയുടെ എക്സാം കഴിയുമ്പോൾ നമുക്ക് PGക്ക് നിങ്ങൾക്കും 5കാർക്കും കൂടെ വേണമെങ്കിൽ ഒരു സെഷൻ വെക്കാം. ദാറ്റ്സ് അപ് ടു യു. അതൊക്കെ ആലോചിച്ചിട്ട് തീരുമാനിച്ചു. ഇന്ന് PGയുടെ റിവിഷൻ ഉണ്ട് 1:30. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഉള്ള റിവിഷൻ ആയിരിക്കും റിവിഷൻ നടത്തുന്നത്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിലൊക്കെ അതിൽ നമുക്ക് ക്ലാരിഫൈ ചെയ്യാം റിവിഷൻ ക്ലാസ്സിൽ. ഇന്ന് ഡിപ്ലോമയുടെ റിവിഷൻ കൺഫ്യൂഷൻ ആവരുത്. നാളെ രാത്രി PGയുടെ റിവിഷനാണ് ഇന്ന് 1:30. ക്ലിയർ ആയോ? എന്തെങ്കിലുമൊക്കെ സംശയം റിഗാർഡിങ് എനിത്തിങ് എനിക്ക് പറയാൻ പറ്റുന്നത് ഞാൻ പറഞ്ഞുതരാം. പതുക്കെ ആണെങ്കിലും ഇത് വായിച്ചാൽ മതി. ശനിയാഴ്ച വരുമ്പോഴേക്കും ഞാനിത് മുഴുവൻ വായിച്ചില്ലെങ്കിൽ എനിക്കൊന്നും മനസ്സിലാവില്ല. അങ്ങനെ ഓർത്ത് ബോധർ ചെയ്യണ്ട. കാരണം അത്രയും ഉണ്ട് ഇതിനകത്ത് വായിക്കാൻ. അത് ടൈം എടുത്ത് വായിച്ചോ, നോ പ്രോബ്ലം. എക്സാം കഴിഞ്ഞ് വായിച്ചാലും പ്രശ്നമില്ല. ബട്ട് നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റീസിനെ കുറിച്ച് തറോ നോളജ് ഉണ്ടായാൽ മതി. അതാണ് വൈവയിലെ കാര്യമായിട്ട് വരുള്ളൂ. കാര്യമായിട്ട് നല്ലാതെ ഞാൻ വൈവയിൽ ചോദിക്കുള്ളൂ അബൌട്ട് പ്രാക്ടിക്കൽസ് അപ്പാരറ്റസ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ ഷെയർ ചെയ്യാൻ? ലൈക്ക് മാം, നമ്മൾ 5th റെക്കോർഡ് അതേപോലെ തന്നെ എഴുതുമല്ലേ? എന്നിട്ട് പിക്ചേഴ്സ് ഗൂഗിളിൽ നിന്ന് സെർച്ച് ചെയ്തിട്ട് ഒട്ടിക്കുവാണോ? അതെ, നമുക്ക് അവൈലബിൾ ആയ മെറ്റീരിയൽസിന് ഡയറക്റ്റ് പിക്ചർ എടുത്തിരിക്കുന്നത് ഞാൻ ക്ലാസ് റൂമിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് പറയാം. ഓക്കെ, അത് ഷെയർ ചെയ്ത് തരാം. വേറെ ഒന്നുമില്ലല്ലോ. നമ്പർ ആരെങ്കിലും എന്നോട് ഒന്ന് മെസ്സേജ് ചെയ്യണേ. വരുന്നവരുടെ എത്ര പേരുണ്ടെന്നുള്ളത് അറിഞ്ഞാൽ മതി. ശനിയാഴ്ച വരുന്നവരെ ഒരു ലിസ്റ്റ് തയ്യാറാക്കിയിട്ട് മാമിന് മെസ്സേജ് അയച്ചാൽ മതിയോ? മതി. എത്ര പേര് വരുന്നുണ്ടെന്ന് നാളെ ആകുമ്പത്തേക്ക് ഓക്കെ ആക്കി തരാത്. മതി. സാറ്റർഡേക്ക് മുമ്പ് കിട്ടിയാൽ മതി. നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഡിപ്ലോമയുടെ ഏതെങ്കിലും ലെസൺ എനിക്ക് കിട്ടാറുണ്ടോ? എല്ലാം ആയില്ലേ? എല്ലാം കിട്ടിയില്ലേ? നിങ്ങൾക്ക് മോഡൽ എക്സാമിന് മുമ്പ് എല്ലാം കിട്ടിയതല്ലേ? എക്സാമിന് മുമ്പ് എല്ലാം കിട്ടിയായിരുന്നു. ഇന്ന് PGയുടെ എല്ലാം വരും കേട്ടോ. PGയുടെ എല്ലാം എന്ന് പറഞ്ഞാൽ ഞാൻ എടുത്ത പോർഷന്റെ 2 ലെസനെ ഇന്നലെ കൊണ്ട് ഇട്ടിട്ടുള്ളൂ. ബാക്കി എല്ലാം ഇന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ആ കുട്ടി ടൈം അനുസരിച്ച് അത് കിട്ടും. ഇന്ന് നാളെയായിട്ട് മിക്കവാറും കിട്ടും. പിന്നെ റിവിഷൻ ഇന്ന് ഉച്ചയ്ക്ക്. ഈ മോഡൽ എക്സാമിന്റെ അതേ മോഡൽ തന്നെ ആയിരിക്കില്ലേ മെയിൻ എക്സാമും? അതെ, തീർച്ചയായിട്ടും അത് തന്നെയായിരിക്കും. നിങ്ങളുടെ മോഡൽ എക്സാം മോക്ക് ടെസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും മെയിൻ എക്സാം. പുതിയ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അതിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ പിന്നെ അതുമല്ല നിങ്ങൾക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ ഷെയർ ചെയ്ത് തന്നിട്ടില്ലേ? 100 എണ്ണം വരുന്ന മോഡ്യൂൾ എക്സാം എന്ന് പറഞ്ഞിട്ട് ടേം എക്സാമിന്റെ മറ്റേ ബാച്ചുകാരുടെ അത് ആ 2 എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് മോക്ക് ടെസ്റ്റ് മോഡലിന് വന്ന ക്വസ്റ്റ്യൻസ് അതിനനുസരിച്ചായിരിക്കും വരുന്നത്. അതില് ചില സബ്ജക്ട്സിന്റെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കാരണം നമ്മൾ കണ്ടിട്ട് കുറെ ക്ലാസ് കഴിഞ്ഞിട്ടല്ലേ. ഫസ്റ്റ് സബ്ജക്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. ശരണ്യ മാം എടുത്ത പോർഷൻസ് തുടങ്ങിയാണ് ഞാൻ ഇടുന്നത്. പോർഷൻ റിലേറ്റഡ് ആണ് ഞാൻ ഇട്ടിട്ടുള്ളത്. ഫസ്റ്റ് സബ്ജക്റ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല.
മോഡലിനും അങ്ങനെ തന്നെയായിരുന്നു. ലൈക്ക് മാക്സിമം സിമ്പിൾ ആയിട്ടുള്ളതായിരിക്കും. ഇതിനെ ബേസ് ചെയ്തിട്ട് ഈ ഇത്രയും നിങ്ങൾക്ക് കിട്ടിയ ക്വസ്റ്റ്യനെ ബേസ് ചെയ്ത് അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നല്ല സ്കോർ ആയിരിക്കും. MT3 കാർക്ക് നല്ല സ്കോറാണ്, മിക്കതിന് 100 ശ്രദ്ധിച്ച് ചെയ്യുക. ടച്ച് ആണ്, കൈ ഒന്ന് തെറ്റിപ്പോയി എങ്ങാനും ധൃതി പിടിക്കണ്ട. കാരണം 1 മണിക്കൂറുണ്ട്, 50 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. പിന്നെ ടെൻഷൻ ആവണ്ട. ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കറക്റ്റ് നോക്കിയിട്ട് സബ്മിറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രം ലീവ് ചെയ്യുക കേട്ടോ. കറക്റ്റ് പേര്, ചിലപ്പോ ഒരേ പേര് മീഷിലുള്ളവരുണ്ടെങ്കിൽ തന്നെയും അതും കൂടെ ഒന്ന് ഉറപ്പാക്കി വേണം നിങ്ങൾ ലീവ് ചെയ്യാൻ. അത്രയും പേരും ഉണ്ടാവുമല്ലോ പ്ലാറ്റ്ഫോമിൽ, അത്രയും പേരുള്ളൂ. അപ്പൊ അതൊക്കെ ഉറപ്പാക്കിയിട്ട് ലീവ് ചെയ്യണം. നമ്മുടെ സബ്മിറ്റ് ആയോ എന്നുള്ളത് ഉറപ്പാക്കിയതിനു ശേഷം മാത്രം ലീവ് ചെയ്യാം. മിസ്സേ, നമുക്കിത് ഇവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് കോഴ്സ് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഏതെങ്കിലും സ്കൂളിൽ കയറിയിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ഒരു കുട്ടീനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മിസ്സിനെ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാനിപ്പോ ഇവിടെ പോയപ്പോഴേ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ ഒരു കൊച്ചുണ്ടായിരുന്നു. അപ്പൊ അവന് സ്കൂളിൽ തന്നെ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മാനേജ് ചെയ്യാനായിട്ട്. അതായത് ആള് നല്ല ഉപദ്രവിക്കും. അപ്പൊ ഇത് എന്താ കാരണം എന്നൊന്നും ഇവര് അവരങ്ങനെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറെ കുട്ടികളുടെ ഇടയ്ക്ക് ഇവന് ഒറ്റയ്ക്ക് കാണിക്കും, ഇവന് തന്നെ സ്റ്റാഫ് റൂമിൽ കൊണ്ടുപോയിട്ട് തല്ലും കൊടുത്ത് അവിടെ ഇരുത്തുക, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം ഞാൻ അതിനായിരുന്നു അന്ന് മിസ്സിനോട് ഞാൻ നമ്പർ തരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം മിസ് നമ്പർ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്റെ ട്രെയിനിങ് അപ്പത്തേക്കും കഴിഞ്ഞു. അപ്പൊ അവൻ നല്ല ഇതായിരുന്നു. അപ്പം അവനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അമ്മ അവനെ ഉപേക്ഷിച്ചിട്ട് പോയതാണ്. അപ്പൊ അവൻ ആ ഒരു ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മറ്റു കുട്ടികളൊക്കെ ഉപദ്രവിക്കും. അപ്പൊ നമുക്ക് ഇനി പോകുന്ന ഏതെങ്കിലും സ്കൂളിൽ കിട്ടിയാലും എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മിസ്സിനോട് നമുക്കൊന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബാക്കി എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തരുമോ? ഞാൻ കോൾ എടുത്തില്ലെങ്കിൽ എനിക്ക് അപ്പൊ തന്നെ ഒരു മെസ്സേജ് ഇടണം കേട്ടോ. വീണ്ടും വീണ്ടും വിളിച്ചു നോക്കാമെന്ന് തോന്നുന്നു. കാരണം ചിലപ്പോൾ ക്ലാസ്സിലായിരിക്കും, സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ പുറത്ത് പോകും ക്ലാസ് എടുക്കാനായിട്ടൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ എപ്പോഴും ആ ടൈമിൽ തന്നെ കോൾ എടുക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ സേവ് ചെയ്ത നമ്പർ ആണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും. അല്ലെങ്കിൽ 2-3 പ്രാവശ്യം കോൾ വരുമ്പോൾ ഞാൻ തിരിച്ചു വിളിക്കും, ഞാൻ സേവ്ഡ് അല്ലെങ്കിൽ. അല്ല എന്നെ കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ ഒരു മെസ്സേജ് ഇടുക. വിളിക്കുന്നതാണെങ്കിൽ എന്തായാലും തിരിച്ചു വിളിക്കും, അല്ലെങ്കിൽ മെസ്സേജ് മതിയെങ്കിൽ അങ്ങനെ ഞാൻ റെസ്പോണ്ട് ചെയ്യും. അതൊന്നും ശ്രദ്ധിക്കണേ. അത് ഒരു വിഷമം നിങ്ങൾ ആരും വിചാരിക്കരുത്. കാരണം പലപ്പോഴും കോൾ എടുത്ത ഷെഡ്യൂള് മൊത്തം തെറ്റുന്ന രീതിയിലുള്ള ദിവസങ്ങൾ ചിലപ്പോൾ വരും. അതുകൊണ്ടാണ് കോൾ എടുക്കാത്തത്. നമ്മള് കോൾ എടുത്ത് സംസാരിക്കുമ്പോഴും ഞാനൊരു ക്വാളിറ്റി ടൈം പ്രൊവൈഡ് ചെയ്യണ്ടേ. അതായത് ഞാൻ തിരക്കിൽ നിന്നുകൊണ്ട് അറ്റൻഡ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. അതിനെന്താ, എനിക്ക് ഗൈഡ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ ഗൈഡ് ചെയ്യും. അല്ലെങ്കിൽ ഈവൻ സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ ഞാൻ ആരെങ്കിലും ഒന്ന് റെഫറൻസ് തരുമോ, അല്ലെങ്കിൽ അവരോട് ചോദിച്ചു ആരെങ്കിലും കാര്യങ്ങൾ നമുക്കത് സോർട്ട് ഔട്ട് ചെയ്യാം. ബ്രോക്കൺ ഫാമിലീസ് എന്നൊക്കെ കുട്ടികൾ വരുമ്പോൾ ഒരു പ്രശ്നം. പക്ഷെ അത് തന്നെ നല്ല രീതിയിൽ ഇപ്പം അമ്മ ഉപേക്ഷിച്ച് പോകുന്ന കുട്ടിയെ അച്ഛൻ നല്ലപോലെ മാനേജ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ കെയർ ഗീവർ വേറെ ആരാണോ, ഗ്രാൻഡ് പാരന്റ്സ് ആണോ, അങ്ങനെ നല്ല രീതിയിൽ നോക്കുന്നവരും ഉണ്ട് കേട്ടോ, ഇല്ലാന്ന് പറയുന്നില്ല. അച്ഛനില്ലാത്ത കുട്ടികളെ അമ്മ ടേക്ക് കെയർ ചെയ്യുന്നതും അതും നന്നായിട്ട് ആ ഒരു കുറവ് മനസ്സിലാക്കാത്ത രീതിയിൽ പലപ്പോഴും സറൗണ്ടിങ്സിന്റെ ചില പ്രഷർ വരുന്നതല്ലാതെ നല്ലപോലെ നോക്കുന്ന പാരന്റ്സിനെയും അമ്മമാരെയും അച്ഛനെയും ഞാൻ കണ്ടിട്ടുണ്ട്. നമുക്കത് നോക്കാം. പലപ്പോഴും ടീച്ചർ എന്ന് പറയുമ്പോൾ സ്കൂളിൽ മാത്രം ഒതുങ്ങുന്ന രീതിയിൽ ഒരിക്കലും വർക്ക് ചെയ്യരുത്. അവിടെ കുട്ടിയുടെ ഫാമിലിയുമായിട്ടൊരു കണക്ഷൻ എപ്പോഴും ഉണ്ടാവണം. ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടുള്ളതാണെങ്കിലും ആ ഒരു കണക്ഷൻ ഉണ്ടാകണം. ഈവൻ പാരന്റ്സിന് നമ്മളോട് ഓപ്പൺ അപ്പ് ആവാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. നമുക്ക് സാറ്റർഡേ കാണാം. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. Thank you, Thank you, ma'am. ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.